നമ്മളിപ്പോൾ പാലപ്പറമ്പിൽ ജനാർദ്ദനക്കുറുപ്പിൻ്റെ വീട്ടിലാണുള്ളത്. ജനാർദ്ദനക്കുറുപ്പിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇതുപോലൊരു ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ ആവശ്യമെന്ത് എന്നൊന്നും ചോദിക്കരുത്. അല്പന്മാർ പണക്കാരായാൽ ഇങ്ങനെ പലതും സംഭവിക്കും. എന്തായാലും നമുക്കയാളെ സ്വാഗതം ചെയ്യാം. ജനാർദ്ദനക്കുറുപ്പ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ പാലപ്പറമ്പിൽ ജനാർദ്ദനക്കുറുപ്പിന്റെ നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നത്. നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ ഇനിയുള്ള കൊല്ലങ്ങളിലെല്ലാം എൻ്റെ ഈ ഷഷ്ടിപൂർത്തി പൂർവാധികമാഡംബരമായി നടത്തണമോ എന്ന് ഞാൻ ആലോചിക്കും. പിന്നെ ഒരു കാര്യം, എൻ്റെ ചിറ്റ് ഫണ്ടിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള എല്ലാവർക്കും പലിശ അടയ്ക്കാനുള്ള സൗകര്യം വീടിൻ്റെ പുറകിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പിന്നെ എത്ര ഷഷ്ടിപൂർത്തിയാണ് ഒരാൾ ആഘോഷിക്കുക? ഞാൻ പറഞ്ഞില്ലേ, വങ്കന ഇയാള്. ഈ ജനാർദ്ദനക്കുറുപ്പിൻ്റെ രണ്ടാം ഭാര്യ കെട്ടി ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അങ്ങോട്ട് വിടാം. കൽപ്പന കുറുപ്പ്. ഞാൻ കൽപ്പന കുറുപ്പ്. ഈ ഇരിക്കുന്ന ജനാർദ്ദനൻ ചേട്ടൻ്റെ മകളാവാനുള്ള പ്രായം എനിക്കുള്ളതെന്ന് എല്ലാവരും പറയുന്നേ. അങ്ങനെ ആരും പറയുന്നില്ല. പറയുന്ന എന്തോത്തിനാ? കണ്ടറിയാം. നോക്ക്, എൻ്റെ പേഴ്സണാലിറ്റിക്കും സൗന്ദര്യത്തിനും എനിക്ക് ഈ ബുദ്ധൂസിനെ കിട്ടത്തുള്ളൂ. എനിവേ, എൻ്റെ കുറുപ്പിയേട്ടനെ എല്ലാവരും കഞ്ഞിന്ന് വിളിച്ചാലും എനിക്ക് ഈ ഇരിക്കുന്ന ചോറാണ്. നിങ്ങൾ പരിപാടികളൊക്കെ കണ്ട് വയർ നിറച്ച ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ? ആരാ വിളിക്കാത്തത്? അതുകൊണ്ട് വഴക്കുണ്ടാക്കണം. ആ ആ അതാ നല്ലത്. ചേട്ടാ ഫോൺ അടിക്കുന്ന ഇട്ടെങ്കിൽ ഉണ്ടോ? ഞാൻ എടുക്കാം. ഞാൻ എടുക്കാം. ഹലോ, അതെ. ഇന്നോ ഈ വീട്ടിലേക്കോ? സത്യ? ചേട്ടാ, നമ്മൾ നെട്ടിത്തെറിച്ചു പോകുന്ന ഒരു ന്യൂസാ ഇപ്പൊ ഫോണിൽ കൂടെ കിട്ടിയത്. ചേട്ടന്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു VVIP ഇവിടെ വരുന്നുണ്ടെന്ന്. സൂപ്പറുകളിൽ സൂപ്പറായ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. ഇതാണോ ഞെട്ടിത്തെറിപ്പിക്കുന്ന വാർത്ത? ഞാൻ ഇതൊക്കെ നേരത്തെ ഏർപ്പാട് ചെയ്തല്ലേ. സത്യമായിട്ടാ? പിന്നെ നിനക്കൊരു കാര്യം അറിയാവൂ? ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെയാണ് സരോജ് കുമാർ എന്റെ ഷഷ്ടിപൂർത്തിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അങ്ങനൊന്നും പറയാതെ ഏട്ടാ, പൈസയൊന്നും വാങ്ങിക്കാതെ ഇവരാരും വരത്തില്ല. എന്റെ കപ്പാസിറ്റിയെ പറ്റി നീ എന്ത് പറയുന്നു? അതൊക്കേട്ടാ. ഫോൺ അങ്ങ് വെച്ചോ, ഫോൺ വെച്ചോ. ചോദിച്ചിട്ടാ സരോജ് കുമാർ പിള്ളേരോടൊക്കെ എന്ന് പറയണം എനിക്ക്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇയാളുടെ കുഴപ്പം. 10-25 ലക്ഷം രൂപ കൊടുത്തിട്ടാ ആ കിഴങ്ങൻ പിണ്ണാക്കൻ സരോജ് കുമാറിനെ ഇയാൾ ഇവിടെ വരുത്തുന്നത്. അതെന്തോ ആവട്ടെ. ജനാർദ്ദനക്കുറുപ്പിന് ആദ്യ ഭാര്യയിൽ 3 പെൺമക്കളാണുള്ളത്. ഇതിലൊരു മകളുടെ 4 മണിക്കൂർ നീണ്ട മാരത്തോൺ മേക്കപ്പ് ഏതാണ്ട് തീർന്നു. ഇവൾ അച്ഛനെ പോലെ തന്നെ കുറച്ച് പൊങ്ങച്ചക്കാരിയാണ്. മേക്കപ്പ് സാധനങ്ങൾ കൊട്ടക്കണക്കിനാ മുഖത്തടിച്ച് കയറ്റുന്നത്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. കാവ്യ മാധവൻ കുറുപ്പ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആയതുകൊണ്ട് ഞാൻ പൂജാമുറിയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും തീരെ സമയം കിട്ടിയില്ല. അച്ഛനെ പോലെ തന്നെയാണ് ഞാനും. പൊങ്ങച്ചൻ പറഞ്ഞത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേരിൽ 2 ബെൻസ് കാർ ഉണ്ടെന്നും 3 150 ഏക്കർ ഏലത്തോട്ടുണ്ടെന്നും ഞാൻ ആരോടും പറയാത്തത്. അച്ഛൻ ജഡ്ജസിന് കാശ് കൊടുത്തിട്ടാണ് എനിക്ക് കലാത്തിലം കിട്ടിയെന്ന് നാട്ടുകാർ പറയണത് അസൂയ ഉണ്ടാട്ടോ. ഇപ്പോൾ ഇന്ന് അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയല്ലേ, ഞാനും ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിക്കണേ, പ്രോത്സാഹിപ്പിക്കണേ. ഇംഗ്ലീഷ് അറിയാത്ത കുറുപ്പിന് മുറി ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു മോളുണ്ട്, സംവൃത കുറുപ്പ്. My daddy is a Shashti Purti today. In English,
Shashti Purti is called 60 Purti. This 60 Purti, I attend, you attend, all attend. I dance, you see. Happy? Thank you. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. കുറുപ്പിൻ്റെ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായി മക്കളെയൊക്കെ നാടിൻ്റെ നാനാഭാഗത്തുമാണ് പഠിപ്പിക്കാൻ വിട്ടത്. ഇപ്പോൾ ഈ വരുന്നവൾ ചെന്നൈയിലും ഹുബ്ലിയിലും സെക്കൻഡറാബാദിലുമൊക്കെ പഠിച്ച് ആകെ ഒരു അവിയൽ പരുവത്തിലായിരിക്കുക. അവൾ എന്ത് ഭാഷയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും പറഞ്ഞുവിടാം. ശ്വേതാ മേനോൻ കുറുപ്പ്. அன்புள்ள தாய்மகக்கும் என் பிரதர்ஸ்க்கும் வணக்கம் ട്ടോ. ఎంజీఆర్க்கும் వణకం. ఏంటి బాగున్నారా? क्या समझा नहीं? ऊन കഴിച്ചോന്ന്? ऊट आयता? एनीहाउ, हे भगवान मेरे पापा को बहुत लंबी उम्र देना और हम सब की तरफ से आपको बहुत बहुत नमस्कार. थैंक यू ട്ടോ. കുറുപ്പിൻ്റെ ഈ വരുന്ന മോളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നാട്ടിലുള്ള പൂവാലന്മാർക്കെല്ലാം പ്രതീക്ഷ കൊടുത്ത് കള്ളക്കടക്കണ്ണെറിഞ്ഞു കൊടുത്ത് നടക്കുന്ന പഞ്ചസാര പാക്കറ്റ് ഭാവന കുറുപ്പ്. നമസ്കാരം. വഴിയിലുള്ള എല്ലാ ബോയ്സിനും എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ അറിയണം. അവരിൽ കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ പറയാണ്, എൻ്റെ അഡ്രസ്സ് ഭാവന കുറുപ്പ്, പാലപ്പറമ്പിൽ ഹൗസ്, കഞ്ഞിക്കുഴി പോസ്റ്റ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. മാത്രമല്ല ഫ്രം അഡ്രസ് വെക്കാത്തവർക്കൊന്നും ഞാൻ മറുപടി എഴുതാറില്ല. ഫോൺ നമ്പർ കൂടി കൊടുക്കാത്തെന്താ? അയ്യോ, ഞാൻ മറന്നുപോയി. എൻ്റെ ഫോൺ നമ്പർ 98470. നിർത്തണ്ടോ? എത്ര നേരെ ബാൻഡ് റെഡി ആയിട്ടിരിക്കണമെന്ന് അറിയോ? അതിന് ഞാനൊരു പാൻറ് ഇട്ടിട്ടുണ്ടല്ലോ മോളെ. എന്തിനാ വേറൊരു പാൻറ്? അയ്യോ അച്ഛ, ബാൻഡ് അല്ല ബാൻഡ്, പാട്ടുകാരുടെ ബാൻഡ്. ആരൊക്കെ? നമസ്കാരം. നാട്യതിലകം ഗോപികൃഷ്ണന് പകരക്കാരനായി ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ കാവ്യമാധവൻ കുറുപ്പിനോടൊപ്പം ഒരു നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കലാപരിപാടികളിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് പ്രാതിനിധ്യം നൽകിയ കുറുപ്പ് സാറിന് എൻ്റെ നന്ദി. ഈ ഡാൻസ് ചെയ്യാൻ ചാൻസ് തന്നതിന് താങ്ക്സ്. അപ്പൊ തുടങ്ങിയില്ലേ? അതെ ഹലോ. അതെ, നമ്മുടെ തോട്ടക്കാരനില്ലേ ജയസൂര്യ കുറുപ്പ്, ആ. അയാൾക്ക് ഭയങ്കര സങ്കടം. ഡ്രൈവറിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചില്ലേ, അതുപോലെ അയാൾക്ക് ഇവിടെ വന്ന് ഇവരോടൊക്കെ സംസാരിക്കണമെന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വീട്ടിലെ പാചകക്കാരനെയും പറമ്പിൽ കളിക്കുന്നവരൊക്കെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കും. ഹാ, അതുപോലെയാണോ ജയസൂര്യ കുറുപ്പ്? അയ്യോ അല്ല, അവർക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. അയാളിലും അത്യാവശ്യം കലയൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ദിവസമായിട്ട് എനിക്ക് അയാളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അയാളെ വിളിക്കാൻ പോവാ. ജയസൂര്യ കുറുപ്പ്. നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തോട്ടക്കാരനാകേണ്ടി വന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് മിമിക്രിയും ഡാൻസും പാട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സദസ്സിൽ എനിക്കും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് വേണം. നന്ദി, നമസ്കാരം. എടാ ഡ്രൈവറെ, വന്നേ. ആ നാട്യതിലകം ഗോപികൃഷ്ണന് ആപ്പിൾ ജ്യൂസിൽ എലിപ്പാഷാണം കലക്കി കൊടുത്താൽ ഹോസ്പിറ്റലാക്കിയിട്ടാണ് താൻ ഈ ചാൻസ് തട്ടിയെടുത്തെന്ന് ഞാൻ നാട്ടുകാരോട് പറയട്ടെ. താൻ ഷൈൻ ചെയ്തോ, പക്ഷെ എന്നെ ചവിട്ടി തേച്ചിട്ടാ വരുന്നത്, മനസ്സിലായല്ലോ. എനിക്കും ഡാൻസ് ചെയ്യാൻ ചാൻസ് തരണം. എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്, മനസ്സിലായില്ലേ? ഓക്കെ. തൽക്കാലം താൻ ഡാൻസ് ചെയ്തോ, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ. അയ്യോ, എന്നാ നീ തന്നെ ചെയ്യേണ്ടി വരും. അത് വേണ്ട, താൻ ചെയ്യും. തന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ അപ്പുറത്തൊന്ന് വീക്ഷിക്കട്ടെ. ഓക്കെ, ടൈമിംഗ് ഒന്നും തീരെ പോരാ. ഇതൊക്കെ തനിക്ക് ഡാൻസ് ചെയ്ത് നശിപ്പിക്കാനല്ല കുറുപ്പേട്ടൻ മേടിച്ചു വെച്ചേക്കണേ. ഭാവനെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം, ഇവിടെ ഭയങ്കര തണുപ്പാ. പ്രധാനപ്പെട്ട ആളിനെ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മുടെ ഇന്നത്തെ അന്നദാതാവ് മനസ്സിലായില്ലേ? പാലപ്പറമ്പിൽ തറവാട്ടിലെ പ്രധാന പാചകക്കാരി, പാചകരത്നം ഡോറിയ ഫെർണാണ്ടസ് അലിയാസ് ബിന്ദു പണിക്കർ കുറുപ്പ്.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതാണ് ഈ കുറുപ്പ് സാറിൻ്റെ കുഴപ്പം. വീട്ടിൽ വരുന്നവരെല്ലാവരും പിടിച്ച് കുറുപ്പാക്കി കളയും. ഒരു എലിയാസും ഗിലിയാസും ഒന്നുമില്ല. ഞാൻ ഗ്ലോറിയ ഫെർണാണ്ടസ്. പാചകം എൻ്റെ രക്തത്തിലുള്ളതാണ്. എൻ്റെ മൂത്ത ചേച്ചി മമ്മൂട്ടിയുടെ വീട്ടിലെ കുക്ക, രണ്ടാമത്തെ ചേച്ചി മോഹൻലാലിൻ്റെ വീട്ടിലെയും മൂന്നാമത്തെ ചേച്ചി സരോജ് കുമാർ സാറിൻ്റെ വീട്ടിലെയും കുക്കാണ്. പിന്നെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. എന്തെങ്കിലും ഏനക്കേട് തോന്നുകയാണെങ്കിൽ അടുക്കള ഭാഗത്തോട്ട് വന്നാൽ മതി. ഞാൻ നല്ല മരുന്ന് തരാം കേട്ടോ. താങ്ക് യു. അടുത്ത ഐറ്റം എൻ്റെ സെക്കൻഡ് വൈഫിന്റെ കുച്ചുപുടിയാണ്. മതിയാക്ക്. അയ്യോ ഇതാ നോക്കിയേ, ആരാ? റഹ്മാൻ മാസ്റ്റർ. നമസ്കാരം. ഹലോ, എന്നോട് വിരോധം തോന്നരുത്. കുറിപ്പിന്റെ ഈ കളി തുടരാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അത്രയ്ക്കും വിഷമമുണ്ട് എനിക്ക്. ദാ ഇവിടുന്ന് ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന സ്ഥലത്താണ് എന്റെ വീട്. എന്നിട്ട് അന്യദേശ ആൾക്കാർ പോലും പരിപാടിക്ക് ക്ഷണിച്ചു. എന്നിട്ട് എന്നെ മാത്രം ഒഴിവാക്കി. വളരെ മോശമായി പോയി കേട്ടോ. ഈ കുറിപ്പിന്റെ മകളെ 5 വർഷം ഡാൻസ് പഠിപ്പിച്ചവനാ ഞാന്. കണ്ടില്ലേ എന്റെ സ്റ്റുഡന്റ്? ആ 5 വർഷത്തിന്റെ ഫീസ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെ ക്ഷണിക്കാത്തതിന്റെ കാരണം എനിക്കറിയാം. നിങ്ങൾ ഈ കാണുന്നതെല്ലാം എന്റെ ബാപ്പയെ വെട്ടിച്ചുണ്ടാക്കിയ കാശാണ്. നാട്ടുകാരുടെ മുമ്പ് വെച്ച് വേണ്ട വേണ്ട, ഈ പഞ്ചാറ് വാക്കൊന്നും വേണ്ട. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. കുറുപ്പ് സാറേ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. എന്നെ പോലെ ഒരു കലാകാരന് വേണ്ടത് ജനങ്ങളുടെ പിന്തുണ. അത് നിങ്ങൾ എല്ലാ കാലവും എനിക്ക് തന്നിട്ടുണ്ട്. അതിലെനിക്ക് നന്ദിയുമുണ്ട്. പക്ഷെ ഇന്നത്തെ പരിപാടി തുടരാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. യു ഓൾ ക്യാൻ ഗോ. കുറുപ്പ് സാറേ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തെയാണ്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. സിനിമ എന്ന മഹത്തായ കലയെ നിലനിർത്തുന്നത് നിങ്ങളാണ്. ഞാൻ വൈകിയതിന് കാരണമുണ്ട്. ജ്വല്ലറിക്കാരുടെ സ്കീം അനുസരിച്ച് വധൂവരന്മാരെ ആശീർവദിക്കാൻ പോയി. പിന്നെ ചില നടന്മാർ പറയുന്നത് പോലെ ബ്രീത്ത് ഈസി ഡിഫിക്കൽട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടംപോലെ ശ്വാസം വിട്ടോളൂ. അങ്ങനെ ഒരു പരസ്യചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ സദ്യക്ക് എന്റെ കമ്പനിയുടെ പപ്പടവും പൊറോട്ടയും വിളമ്പുന്നുണ്ടല്ലോ അല്ലേ? എന്താ സംശയം? പക്ഷേ പൊറോട്ടയ്ക്ക് അല്പം കട്ടി കുറയ്ക്കാൻ പറയണം. ഇന്നലെ ഒരാളത് കടിച്ച് 2 പല്ലി വീഴി. എന്താ പറഞ്ഞത്? അല്ല, പൊറോട്ടയ്ക്ക് നല്ല മയമുണ്ടായിരുന്ന. അപ്പോ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാമല്ലോ. അതിനൊന്നും സമയമില്ല, എനിക്ക് പോണം. അങ്ങനെ പറയരുത്. ഒരു ഷേക്ക് എന്തെങ്കിലും. അതൊന്നും നമ്മുടെ കോൺട്രാക്റ്റിലില്ല. കുറച്ചുകൂടെ കാശ് തരേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്യാം. അല്ല, കോൺട്രാക്റ്റില് 2-3 ഐറ്റത്തിൽ പങ്കെടുത്തിട്ടേ അങ്ങ് പോവും എന്ന് ഉണ്ട്. അത് ശരിയാണ്. അതല്ലേ ഉള്ളൂ. അപ്പൊ അപ്പോ ഒരു ഹസ്തദാനമെങ്കിലും. വസ്ത്രദാനോ? അത് ചെയ്യാം. ഓക്കെ. സിനിമയെ കാണുന്നതിനേക്കാൾ വൃത്തിയെടുത്ത് ബോബൻ കുഞ്ചാക്കോ കുറുപ്പ്, ജയസൂര്യ കുറുപ്പ്, ബിന്ദു പണിക്കർ കുറുപ്പ്, സമ്പ്രദ കുറുപ്പ്, കൽപ്പന കുറുപ്പ്, റഹമാൻ കുറുപ്പ്, ശ്വേതാമേനൻ കുറുപ്പ്, ഭാവന കുറുപ്പ്, നമ്മുടെ സോറി. ഞാൻ വന്നതുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിൽ ബ്രേക്ക് ഒന്നും വരണ്ട. എന്താണ് അടുത്ത ഇനം? നമ്മുടെ അടുത്ത ഐറ്റം എന്റെ സെക്കൻഡ് വൈഫിന്റെ കുച്ചുപുടിയാണ്. ഓഹോ, പറ്റില്ല, സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ വേണ്ട. എന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്റെ വകയായിട്ട് ഒരു ഡാൻസ് ആയിക്കോട്ടെ. അമ്പലക്കര തെച്ചിക്കാവലപ്പൂരം. അത് കൊള്ളാം, അതെനിക്കും ഇഷ്ടമാണ്.
അമ്പലക്കര തെച്ചിക്കാവിലെ ചന്ദനക്കുറുപ്പിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. വിശിഷ്ടാതിഥിയായി എത്തിയ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രമോതിരം കളവ് പോയിരിക്കുകയാണ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. 25 ലക്ഷം രൂപയുടെ മോതിരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്റെ ഭാഗ്യമോതിരമാണത്. അല്ല, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിവുകൊണ്ടല്ല, ഈ മോതിരത്തിന്റെ ഭാഗ്യം കൊണ്ടാ സൂപ്പർ സ്റ്റാർ ആയത്. മോതിരം കിട്ടിയില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. അയ്യോ, അങ്ങനെ പറയരുത്. മോതിരം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഏർപ്പാടാ? അങ്ങ് സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് ലോക്കൽ പോലീസിലോ ക്രൈം ബ്രാഞ്ചിലോ അല്ല, CBIയിലാണ് ഞാൻ വിവരം അറിയിച്ചിരിക്കുന്നത്. CBI? ദേ അവരെത്തി. CBI. എത്തിയോ? I am Chaco Iyer from CBI. ഇത് റേഷൻ കാർഡല്ലേ? I am Chaco Iyer from CBI. ഓക്കെ. ഇത് പുഷ്കു അയ്യർ ഫ്രം CBI. ഓക്കെ. എന്റെ അസിസ്റ്റന്റ് ആണ്, ഹെൽപ്പർ. അതെ, കേരളത്തിൽ ഇതുവരെ കോളക്കം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസുകളും എന്റെ ഹെൽപ്പോട് കൂടിയാണ് സാർ സോൾവ് ചെയ്തിട്ടുള്ളത്. പല കേസുകളും കുളമായിട്ടുമുണ്ട്. പുഷ്കു സർ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. റെഡി സർ. സരോജ് കുമാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അകത്തു പോകാം. ഓക്കെ സർ. എല്ലാം ഞാനാണ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. താനെവിടെ പോകുന്നു? സാർ, വാദി ഒഴിച്ച് ബാക്കി എല്ലാവരും പോകാൻ പറഞ്ഞു. യു ഇഡിയറ്റ്. താങ്ക് യു സർ. മിസ്റ്റർ സരോജ് കുമാർ, യെസ്. ഈ മോതിരം നിങ്ങൾ ഇൻഷുർ ചെയ്തിരുന്നു? ഇല്ല. നോട്ട് ഇൻഷുർഡ് സർ, നോട്ട് ഇൻഷുർഡ്. എന്തുകൊണ്ട്? സമയം കിട്ടിയില്ല. നോ ടൈം. ഈ മോതിരം നിങ്ങൾ ഏത് വിരലിലാണ് അണിഞ്ഞിരുന്നത്? ഈ വിരലിലാണ്. തള്ളവിരലിൽ? അല്ല, ഈ വിരലിലാണ്. ഈ വിരലിലാണ്. പരിഭ്രമമുണ്ട്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സർ. പുഷ്കോ സർ, അളവെടുത്തോളൂ. റെഡി സർ. സർ, 37.4, 61.4. താൻ എന്തോ ചെയ്യുന്നത്? സാർ, അളവെടുക്കാൻ പറഞ്ഞു. ഷർട്ടും പാന്റും തയ്ക്കാനല്ല, വിരലിന്റെ അളവെടുക്കണോ? ഓ സോറി സർ, സോറി സർ. സാർ, ഈ വിരല് അളവെടുക്കാൻ മാത്രം ഒന്നുമില്ല സർ. താൻ പറഞ്ഞു ചെയ്താൽ മതി. റെഡി സർ. സാറ് ഒരു കഷ്ടിച്ച് 3.5 ഉണ്ട്. പോട്ടെ, അര കൂട്ടി 4 എഴുതിക്കാം കേട്ടോ. ഡെമ്മിയുടെ അളവ് എടുത്തോളൂ. സാർ, ഡെമ്മിയുടെ അളവെടുക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് ഇയാളെ തന്നെ മോളിൽ നിന്ന് താഴെ തള്ളിയിട്ടേക്കാം. മനസ്സിലായില്ല. മോതിരം നഷ്ടപ്പെട്ടതിന് ഡെമ്മിയുടെ ആവശ്യം? ഇത് പ്രത്യേകതരം ഡെമ്മിയാണ്, മോതിരം ഇട്ട ഡെമ്മി. ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ഇവിടെ തന്നെ കാണണം. യു ക്യാൻ ഗോ. പുഷ്കോ സർ, ഇത്രയും വിലപിടിപ്പുള്ള ഒരു മോതിരം ഇൻഷുർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ പന്തികളുണ്ട്. ടോട്ടലി കണ്ടാമിനേറ്റഡ് സർ. വളരെ വിചിത്രമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണവും വളരെ വിചിത്രമായിരിക്കും. മനസ്സിലായില്ല സർ. ഇവിടെ നടക്കുന്ന എല്ലാ കലാപരിപാടികളിലും നമ്മൾ സജീവമായി പങ്കെടുക്കുന്നു. സാർ, അത് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ഞാൻ ഇവിടത്തെ ആ 4 ഗേൾസുമായിട്ട് മാക്സിമം ഞാൻ മിങ്കിൾ ചെയ്തോളാം. താൻ അടി മേടിച്ച് കൂട്ടരുത്. അവരിൽ 2 ആളായി നമ്മൾ മാറുന്നു. ഓ, അതിൽ പരിപാടികളിലും നമ്മൾ 2 ആൾക്കാരായി മാറുന്നു. ഓക്കെ, താങ്ക് യു സർ. സാറിന്റെ ഐഡിയ വളരെ ബ്രില്യന്റ് ആണ് സർ. പുഷ്കോ റെഡി സർ. CBI മ്യൂസിക് ഇട്ടുള്ളൂ. CBI മ്യൂസിക് റെഡി സർ. സോറി മ്യൂസിക് മാറിപ്പോയല്ലോ സർ. കാസറ്റ് മാറിപ്പോയതാണ് സർ. ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാക്കാം. ഹലോ, ഹലോ, പുലിക്കോടൻ കുമാരനാണ് സംസാരിക്കുന്നത്. പുലിത്തോലല്ല, പുലിക്കോ ഇക്ക, പക്കാവടയുടെ ഇക്ക. ഞാൻ നാരായണിയുടെ ഭർത്താവല്ല, നാരായണി എന്റെ ഭാര്യയാണ്. താൻ കാര്യം പറ. ആ, നാരായണിയുടെ അനിയൻ കണ്ണൻകുട്ടി. കണ്ണൻകുട്ടി എപ്പോ? രാവിലെ 8 മണിക്കോ? അയ്യോ, ഞാൻ ഈ വാർത്ത നാരായണിയോട് എങ്ങനെ പറയും? അയ്യോ നാരായണി, എടി നാരായണി. അയ്യോ, എന്താ ഏട്ടാ? എന്തുണ്ടേ? എടി, നിന്റെ അനിയൻ കണ്ണൻകുട്ടി പോയടി. എന്റെ പെരുമ്പലക്കാവ് ഭഗവതി, ഞാൻ എന്താ ഈ കേക്കണേ? അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കേണ്ട ദൈവമേ. അയ്യോ, എന്താ നാരായണി, എന്ത് പറ്റി? എന്റെ അനിയൻ കണ്ണൻകുട്ടി പോയി വാസുവേട്ടാ.
ഇന്നലെ രാത്രിയും കൂടെ ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ചതാ. തെങ്ങത്തടി പോലെ ഇരുന്ന ചെറുക്കനല്ലയോ, ഇത്ര പെട്ടെന്ന് ചത്തുപോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വാസുവേട്ടാ, വിചാരിച്ചില്ല. തേക്കും തടിയാണെങ്കിലും മേളിൽ നിന്ന് വിളിച്ചാ പോയല്ലേ പറ്റൂ നാരായണി. നിർത്ത്. ആര് ചത്തുന്നും പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ കിടന്ന് മോങ്ങുന്നത്? ചത്തില്ലേ? കണ്ണൻകുട്ടി പോയി എന്നും പറഞ്ഞ അലറിയത് നിങ്ങളല്ലേ മനുഷ്യ? അവൻ ഗൾഫിലേക്ക് പോയെന്നാ പറഞ്ഞത്. അയ്യേ, അവൻ ചത്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കറിയോ? പൊട്ടിച്ചിരിക്കല്ലേ ഉള്ളൂ. മഹാഭാവി, ദുഷ്ടനാ നിങ്ങൾ, പരമദുഷ്ടൻ. ആരാടി ദുഷ്ടൻ? വാസു കേക്കണോ? എവളുടെ അനിയൻ കണ്ണൻകുട്ടി, എന്റെ ഏക അളിയൻ. അവൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് 1.5 മാസമായി. 1.5 മാസം. ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് അവനുണ്ടായോ? പോട്ടെ, അവൻ വരണ്ട വാസു. ഒരു പാക്കറ്റ് ഫോറിൻ മുട്ടായി എങ്കിലും കൊടുത്തയക്കാൻ അവൻ മനസ്സ് കാണിച്ചോ? ഇല്ല വാസു, ഇല്ല. അത് നന്ദികേടായി പോയി നാരായണി. എന്ത് നന്ദികേടായി പോയിന്ന്? വാസുവേട്ടൻ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് 10ന്റെ അന്ന് ഗൾഫിലേക്ക് പോയവനാ അവൻ. 3 വർഷം കഴിഞ്ഞ് അവൻ ഇപ്പോഴാ ഒരു ലീവ് കിട്ടുന്നത്. ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ള മോഹം അവനും ഉണ്ടാവില്ലേ? ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന അതെങ്ങനെ നടക്കും പറ? അത് ന്യായമാണ് കുമാര. എന്ത് ന്യായം? ഈ കുഞ്ഞിക്കാല് വേണമെന്നുള്ളവരെല്ലാം 24 മണിക്കൂറും വീടിനകത്ത് കുറ്റിയിട്ട് ഇരിപ്പാണോ? അത് ശരിയാ, കുഞ്ഞിക്കാല് വേണമെന്ന് പറഞ്ഞ് 24 hours റൂമിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവളൊന്ന് ഉറങ്ങുമ്പോഴോ തളർന്നുറങ്ങുമ്പോഴോ ബാത്റൂമിൽ പോകുമ്പോഴോ അവനൊന്ന് വരാമായിരുന്നു. പുറത്തിറങ്ങിയാൽ ഇങ്ങോട്ട് വരണമെന്ന് അവനും കൂടി തോന്നണ്ടേ? അത് ന്യായം. എന്ത് ന്യായം? വാസുനറിയോ? ഇങ്ങോട്ട് വന്ന്. ആ കുന്നുമ്മല വീരാൻകുട്ടിയുടെ കയ്യും കാലും പിടിച്ചിട്ടാ ഈ കണ്ണൻകുട്ടിയുടെ വിസയും NOC ഞാൻ ശരിയാക്കി കൊടുത്തത്, അറിയാമോ? അയ്യോ, അത് വളരെ മോശമായി പോയി. എന്ത് മോശമായി പോയിന്ന്? കുന്നുമ്മല വീരാൻകുട്ടിക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് വാങ്ങിയ തുകയെന്ന് 25,000 രൂപ വാങ്ങി അമ്മക്ക് പോക്കറ്റിലിട്ട ഈ വൃത്തികെട്ടവനാ നന്ദികേടിനെ പറ്റി പറയുന്നത്. സ്വന്തം അളിയന്റെ വിസയ്ക്ക് വേണ്ടി 25,000 രൂപ കൈക്കൂലി മേടിച്ചത് പോക്കർത്തരമായി പോയി. അല്ലയോ വാസു? ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പക്ഷം പിടിക്കരുത്. ആണുങ്ങളായ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുക. അല്ല, നമ്മളൊരു ന്യായം പറയുമ്പോ. എന്ത് ന്യായം? മാങ്ങാത്തൊലി. ഈ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? 1.5 മാസത്തെ ലീവിന് വീട്ടിൽ വന്നിട്ട്, നാട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യം പോലും എന്റെ വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ ഒരു മുഴം കയറോ ഒരല്പ എലിപ്പാഷാണോ കിട്ടിയിരുന്നെങ്കിൽ? കയറില്ല ചേട്ടാ, എലിപ്പാഷാണ് ഇരിപ്പുണ്ട്. എന്തിനാ? നിന്റെ വായിലോട്ട് ഉരുട്ടിയിടാൻ. രാവിലെ ചേട്ടന്റെ വീട്ടിലെ എല്ലാവരും എലിപ്പാഷാണോ ഉരുട്ടി കയറ്റുന്നത്? താരതല പറഞ്ഞ ആഴ്ചന്റെ പല്ലളക്കും. പല്ലളക്കം വന്ന യുണ്ടക്കണ്ണിലുട്ടി കുത്തു വെച്ചു വരും. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും സംഭവിക്കും. അടി. ഇങ്ങനെ പോയ എന്തെങ്കിലും നടക്കും. ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കൂല. കേട്ടാ അടിക്കാൻ ഓങ്ങിയത് കണ്ടോ? ഒരു ജോലിക്കാരന്റെ സ്ഥാനം പോലും ഈ വീട്ടിൽ എനിക്കില്ല വാസു. വാസു തന്നെ പറ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ കൂടുതൽ സ്ഥാനം? അത് ഭർത്താവിനോ? അല്ല, സ്വല്പം കൂടുതൽ ഭാര്യയ്ക്കാ. അല്ല, ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യയ്ക്കാണല്ലോ. യാതൊരു സംശയമില്ല, ഭാര്യയ്ക്ക് തന്നെയാണ് സ്ഥാനം. ഈ വീട് നോക്കുന്ന ആരാ? ഭാര്യയല്ലയോ? ഈ തുണിയൊക്കെ അലക്കി കൊടുക്കുന്ന ആരാ? ഭാര്യയല്ലയോ? ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത് ആരാ? ഭാര്യയല്ലയോ? അതെല്ലാം പോട്ടെ വാസുവേട്ടാ, ഈ ഗർഭം ധരിക്കുന്ന ആരാ? ഭാര്യയല്ലയോ? അത് ന്യായമാ. സമ്മതിച്ചു. ഗർഭത്തിലേക്ക് ഭാര്യയെ നയിക്കുന്നതാരാ? ഭർത്താവല്ലേ? അതും ന്യായമാ. അതും ന്യായം. എന്ത് ന്യായം? അതിനിപ്പോ ഭർത്താവ് തന്നെ വേണമെന്നൊന്നുമില്ല. ബെസ്റ്റ് ഫാമിലി. ഇപ്പൊ ഇവളുടെ കുടുംബത്തിന്റെ നിലവാരം മനസ്സിലായോ? എവള് തറയാ, എവളുടെ തള്ള തറയാ, തന്ത തറയാ, എല്ലാ തനിത്തറ പാർട്ടീസാ. ഇവളുടെ തറവാടിന്റെ പേര് വാസുവിന് അറിയാമോ? ഇല്ല. തനിത്തറ തറവാട്. അയ്യേ, ഇങ്ങനെ തറവാട്ട് പേര് കേൾക്കണോ? തൊട്ടിക്കാട്ടിൽ. അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തൊട്ടികളും കാടന്മാരുമാണെന്ന് അർത്ഥം. തൊട്ടികളാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ കാടന്മാരാണെന്ന് ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ. കാടന്മാരാരാണെന്ന് ഞാൻ വാസുവിന് പറഞ്ഞുതരാം. എവളുടെ അനിയൻ കണ്ണൻകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്താ വിശേഷം? ഇല്ല. ഒരിക്കൽ കണ്ടിരിക്കണം. എലിയുടെ മോന്ത, അതായത് ഇങ്ങനെ. അതെ, കഴുതയുടെ ചെവി. കഴുതയുടെ ചെവി. ടോട്ടൽ രൂപം പാടത്ത് നിർത്തിയിരിക്കുന്ന നോക്കൂത്തിയുടെ പോലെതാ. എന്തായാലും നിങ്ങളുടെ അപ്പനേക്കാളും ഭേദം. ഇങ്ങനെ അച്ഛനെ വാസുവേട്ടൻ കണ്ടിട്ടില്ലല്ലോ. നീർക്കോലി പാന്റ് ഇട്ട പോലെ ഇരിക്കും. ആളിപ്പോ എവിടെ ഉണ്ട്? ഒന്ന് കാണാനായിരുന്നു. അല്ലേലും അന്നേ ജോത്സ്യം പറഞ്ഞതാ, കഴുതയുടെ മോന്തെ മരപ്പട്ടിയുടെ ബുദ്ധിയുള്ള ഒരുത്തനെയായിരിക്കും എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടുന്നതെന്ന്. അത് വലിച്ചു വാസുവേട്ടാ, വലിച്ചു. ജോത്സ്യമൊക്കെ അച്ചിട്ടല്ലേ നാരായണി? ഞാൻ മരപ്പട്ടി അല്ലേടി, ഞാൻ മരപ്പട്ടി അല്ലേ? നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ചൊഴിയാം. അയ്യോ സന്തോഷം.
നിങ്ങളെക്കാൾ 100 കണക്കിന് മിടുക്കന്മാരെ ആമ്പിള്ളേരെ എനിക്ക് കിട്ടും. നീ വിളിച്ച ആരാടി വരുന്നത്? ദേ അത്ര ദൂരത്തൊന്നും പോണ്ട, ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ ഞോടിച്ചാ എന്തിന് ഈ വാസേട്ട് വരെ എൻ്റെ കൂടെ വരുമല്ലോ. വാസു നീ പോവോടെ? ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മളും ഒരു പുരുഷനല്ലേ, എനിക്കും വികാരങ്ങളും വിചാരങ്ങളും ഇല്ലേ വാസു? എല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നല്ലേ, ഒന്നും തുറന്നു പറഞ്ഞില്ല. ഇല്ല. നീ അവനോട് പോവില്ലേ? ആ കുട്ടി ഒന്നും ചെയ്യരുത്. എന്നാടാ എവളെ നിനക്ക് കുട്ടിയത്? എന്നാടാ എവളെ നിനക്ക് കുട്ടിയത്? പാവാണ്. നാരായണ ചേച്ചി, നാരായണ ചേച്ചി, ഇത് ഭാർഗവനല്ലേ? എന്താ വിശേഷം? സാറേ ഒന്ന് പിടിച്ചിറങ്ങണം സാറേ. എന്താ ചേച്ചിയുടെ അനിയൻ കണ്ണൻകുട്ടി സാറ് തന്നയിച്ച പെട്ടിയാ. ഒരുപാട് സാധനങ്ങളുണ്ട്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, 2 വലിയ മിക്സി, കുറെ മൊബൈൽ ഫോണ്, പിന്നെ ഫോറിൻ മുട്ടായി, പെർഫ്യൂംസ്. എന്നാ ഞാൻ വരട്ടെ? കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റപ്പായി വന്ന അപ്പോഴാണ് സമ്മാനപ്പെട്ടി. നാരായണി, സമ്മാനങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ഈ ബന്ധങ്ങളും കടപ്പാടുകളും ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. വസു, ഇവര് വലിയ തറവാട്ടുകാരാ കേട്ടോ. മറ്റേ തനിത്തറ തറവാട്. അതെ, തനിത്തറ എന്ന് പറഞ്ഞാൽ തറയിൽ നിന്നും തനി തങ്കം വിളയിക്കുന്ന അധ്വാനികളാ ഇവളുടെ കുടുംബക്കാര്. ആ ഇവളുടെ അനിയൻ കണ്ണൻകുട്ടിയെ വാസു നേരിട്ട് കണ്ടിട്ടുണ്ടോ? മറ്റേ എലി പോലിരിക്കുന്നു. അതൊക്കെ പണ്ട് കൊച്ചിലെ. ഇപ്പൊ അവൻ ഭയങ്കര പേഴ്സണാലിറ്റി. അവനെ കണ്ടാ ഓടിച്ചൊന്ന് ഉമ്മ കൊടുക്കാൻ തോന്നില്ലേ? സത്യം ചേട്ടാ, സത്യം. തങ്കം, നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എന്റെ ഭാഗ്യമാ. അല്ല ചേട്ടാ, ചേട്ടന് എന്നെ കിട്ടിയതാ ചേട്ടന്റെ ഭാഗ്യം. ബോഡി ടച്ചിങ് വേണ്ട അല്ലെ? ഒരു തീരുമാനമായതിനു ശേഷം അയ്യോ അയ്യോ, അല്ല ഒരു കത്തുകൂടി ഉണ്ടായിരുന്നു, അത് തരാൻ മറന്നുപോയി. പിന്നെ വാസു, എന്റെ കണ്ണട പൊട്ടിപ്പോയി, നീ എന്നെ ഒന്ന് വായിക്ക. കണ്ണട ഞാൻ തരാം. അല്ല കണ്ണട അല്ല, അതല്ല, നീ എന്നെ വായിക്ക. എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടല്ലേ? എന്റെ അച്ഛനറിയാം ഇല്ലേ? പിന്നെ കുറച്ചൊക്കെ സ്നേഹമുള്ള കുമാരനളിയൻ അറിയുന്നതിന് കണ്ണൻകുട്ടി എഴുതുന്നത്. ഓ, അവന്റെ സ്നേഹം കണ്ടോ? തറവാടികൾ എന്നായാലും തറവാടികൾ തന്നെ. അല്പം തിരക്കിലായി പോയത് കൊണ്ടാണ് അളിയനെ നേരിൽ കാണാൻ സാധിക്കാത്തത്. അയ്യോ, കണ്ണൻകുട്ടിയോട് എനിക്ക് ഒരു പരിഭവം ഇല്ല. എന്റെ അളിയന്റെ തിരക്ക് എനിക്ക് മനസ്സിലാവൂലേ? വലിയ പോസ്റ്റ് കഴിയുന്ന ആളല്ലേ നാരായണി? കൊടുത്തയക്കുന്ന ബാഗിൽ കമ്പ്യൂട്ടർ, പെർഫ്യൂംസ്, മിഠായി. എന്ത് കൊടുത്തയക്കുന്നു എന്നുള്ളതല്ല, കൊടുത്തയക്കാനുള്ള വലിയ മനസ്സവനുണ്ടായല്ലോ തറവാടി. അയ്യോ സത്യം ചേട്ടാ. ഈ പെട്ടി എനിക്ക് വിസ ശരിയാക്കി തന്ന ബീരാൻകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. കുമാര, നീ പറയാ, നിന്റെ തള്ള പറയാ, തന്ത പറയാ, നിന്റെ കുടുംബക്കാരെടുത്താൽ നിന്നെ കൊല്ലോടി. തീരുമാനമാവാതെ പറയണേ. 3 ദിവസം ഞാനിവിടെ കാണും. ഫ്രീയാ? പുഷ്കോ, റെഡി സാർ. ഡമ്മിയുടെ പണി എവിടം വരെയായി? സാർ, ഡമ്മിയുടെ ബോഡി റെഡിയാണ്. ഇനി മർമ്മപ്രധാനമായ ചില അവയവങ്ങൾ കൂടെ ഫിക്സ് ചെയ്താൽ മതി. വൃത്തിയോട് പറയുന്നു. എന്താ സാർ, കണ്ണും മൂക്കും ഫിക്സ് ചെയ്യുന്ന വൃത്തിയേടാണോ? ആ, ഞാൻ വിചാരിച്ച് അല്ലെങ്കിൽ സാറിന് എപ്പോഴും ആ ചിന്തയല്ലേ ഉള്ളൂ. സാറേ, ഈ പിന്നെ ആ 4 പെൺകുട്ടികളുടെ ഡമ്മി ഉണ്ടാക്കണോ? അതെന്തിന്? എന്താവശ്യത്തിന്? അല്ല, ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ എല്ലാം അളവ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. താൻ എന്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആവശ്യമില്ലേ? എങ്കിൽ ഇപ്പൊ തന്നെ അളവ് തിരിച്ചു കൊടുത്തിട്ട് വരാം. താൻ ഇങ്ങനെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ അന്വേഷണം തൊലയ്ക്കും. സാർ, അത് മാത്രം പറയരുത്. എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈ മോതിര കേസ് തെളിയിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു സാർ. എന്താണ്? ഇത് കണ്ടോ? ഇതെന്താണ്? ഇതാണ് മോതിരത്തിന്റെ ഡമ്മി. എന്തിനാണിത്? സാർ, ഈ സരോജ് കുമാർ വന്ന ദിവസം എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോഴായിരിക്കണം ഈ മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. മോതിരം ഊരിയെടുത്തയാൾ രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്തതുകൊണ്ട് അത് വിഴുങ്ങിയിട്ടുണ്ടാവണം. ഇന്ന് നമ്മൾ എല്ലാവരോടും ഈ മോതിരം വിഴുങ്ങാൻ ആവശ്യപ്പെടുന്നു. ആരാണോ ഈസി ആയിട്ട് വിഴുങ്ങുന്നത് അയാളായിരിക്കും മോതിരം മോഷ്ടിച്ചിട്ടുണ്ടാവുക. എങ്ങനെയുണ്ട് സാർ എന്റെ ബ്രെയിൻ? തനിഞ്ഞു വന്ന് എന്നെ അകത്താക്കി അടങ്ങുമല്ലേ? എടോ, വജ്ര മോതിരം വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം ആള് മരിക്കില്ലേ? അതെനിക്കൊരു പുതിയ അറിവാണ് സാർ. സോറി സാർ. സാർ, ഈ ഡമ്മി മോതിരം വിഴുങ്ങുന്നോണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ആ റിഹേഴ്സൽ നോക്കാൻ നേരത്ത് ഇന്നലെ ഞാൻ ഒരെണ്ണം വിഴുങ്ങി. താൻ എന്തൊക്കെയാണോ ചെയ്യുന്നത്? എന്നിട്ട് കുഴപ്പമൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല സാർ. താൻ മിസ്റ്റർ കുറുപ്പിനെ വിളിക്കും. ഇയാളൊക്കെ CBI എടുത്തവനാണോ അടിക്കാൻ?
സാർ ഇവിടെ ഒളിച്ചു നിൽക്കായിരുന്നു സാർ, ഒളിച്ചു അപ്പൊ ആളെ പിടികിട്ടിയല്ലേ? ഞാൻ നിരപരാധിയാണ് സാർ. പിന്നെന്തിനാണ് ഇവിടെ ഒളിച്ചു നിന്നത്? അത് നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ ഒളിച്ചു. ഞാൻ കേട്ടു. അത് നമ്മുടെ മാർഗമല്ല സാർ. ചൊറിയുന്ന വർത്തമാനമല്ലേ പറയുന്നത്? കുറിപ്പിനോട് മാറി നിൽക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ്? അത് ഈ കഷണ്ടി മാറാനുള്ള എണ്ണ ഉണ്ടാക്കുക സാർ. അതിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട്. എത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ട് ഒരു വർഷം? ഏകദേശം ഒരു 5 കോടി രൂപയുടെ വരും. ഈ എണ്ണ അത്ര എഫക്റ്റീവ് ആണ്? ഒയ്യോ സാറേ, എന്താ സംശയം? എന്റെ എണ്ണ തലയിലോട്ട് തേച്ച് കഴിഞ്ഞാല് തലയെ മാത്രമല്ല ശരീരം മുഴുവൻ രോഗം വരും. എന്നിട്ട് തന്റെ കഷണ്ടി എന്തോ മാറാത്തത്? അതെ, ഈ ബിസിനസിന്റെ തിരക്കിനിടയിൽ എണ്ണ തേക്കാൻ സമയം കിട്ടുന്നില്ല സാർ. ഓക്കെ മിസ്സസ് കുറുപ്പിനെ വിളിക്കൂ. മിസ്റ്റർ കുറുപ്പ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തോട്ടക്കാരനും ഡ്രൈവറും ഇവിടെ എന്നാണ് വന്നത്? 6 മാസമായി. ഞെട്ടിക്കുന്ന ഒരു സത്യം പറയാം. നിങ്ങളുടെ തോട്ടക്കാരൻ തോട്ടക്കാരനുമല്ല, ഡ്രൈവർ ഡ്രൈവറുമല്ല. You can go. Come on, Mrs. Kurup. Come on. That side. Here, please. Stop. മിസ്സസ് കുറുപ്പ്, തോട്ടക്കാരനെയും ഡ്രൈവറെയും വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ലേ? അയ്യോ, സത്യം സത്യം പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ശിക്ഷയിൽ ഇളവ് വരും. അല്ലെങ്കിൽ കമോൺ പറയൂ. അല്ല സാർ, കുറുപ്പിയേട്ടൻ അല്പം വീക്ക്നെസ് ഉള്ള ആളാണേ. എന്ത് വീക്ക്നെസ് എന്ന് വെച്ചാൽ അപ്പോ ഞാൻ ഈ ഷോപ്പിങ്ങിനും പുറത്തൊക്കെ പോകുമ്പോ പുള്ളിയെ വാച്ച് ചെയ്യാൻ ആളില്ലെങ്കിൽ പ്രശ്നമാണ്. എന്ത് പ്രശ്നം എന്ന് വെച്ചാ ഇവിടെ ആ പാചകക്കാരി ഗ്ലോറി ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടെന്താ കുഴപ്പം? അതുകൊണ്ടെന്ന് വെച്ചാ പുള്ളിക്ക് അടുക്കള ജോലിക്കാരികളോട് കൂടെ കൂടുതൽ ഇഷ്ടം. അത് കുറുപ്പ് അത്രക്കാരനാണോ എന്ന് ചോദിച്ചാ കല്യാണത്തിന് മുമ്പ് ഞാനും ഇവിടുത്തെ അടുക്കള ജോലിക്കാരിയായിരുന്നു. അപ്പൊ കുറുപ്പിന് ജോലിക്കാരി മാനയുള്ള ആളാണ് സാർ. നിങ്ങളുടെ അതിബുദ്ധി ഒരു വലിയ വിനയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ തോട്ടക്കാരനും ഡ്രൈവറും നിങ്ങളുടെ 2 പെൺകുട്ടികളുമായിട്ട് പ്രേമമാണ്. ദൈവമേ, ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, അവർ ലവ് ആരംഭിച്ചു കഴിഞ്ഞു. യു ക്യാൻ ഗോ. ആവശ്യപ്പെടുമ്പോ യു ഹാവ് ടു ബി പ്രസന്റ് ഹിയർ. യു ക്യാൻ ഗോ. പുഷ്കോ സർ, പാട്ടുകാരെയും നമ്മൾ വെറുതെ വിടണ്ട, അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറണം. സാർ, പാട്ടുകാരുടെ കൂടെ ഞാൻ നുഴഞ്ഞു കയറിക്കൊള്ളാം സാർ. ഓക്കെ ഓക്കെ സാർ. മ്യൂസിക്. വളരും തോറും വളരുന്ന പിളരും തോറും വളരുന്ന പിളരും തോറും വളരുന്ന മത്തായി കോൺഗ്രസ് സിന്ദാബാദ്, മത്തായി കോൺഗ്രസ് സിന്ദാബാദ്. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം, കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം, കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം, കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കെ.ടി. മത്തായി സിന്ദാബാദ്, കെ.ടി. മത്തായി സിന്ദാബാദ്. മതി 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 സിന്ദാബാദ്. അല്ലല്ല, മതി 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 എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം മതി എന്നാണ് ഉദ്ദേശിച്ചത്. സോറി. ഓക്കെ. അപ്പോ പാർട്ടിയുടെ നയപ്രഖ്യാപനം മത്തായി സാർ വൈകുന്നേരം പ്രഖ്യാപിക്കും. ഫണ്ട് പിരിവ് ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. ഫണ്ട് പിരിവ് സിന്ദാബാദ്, ഫണ്ട് പിരിവ് സിന്ദാബാദ്. ബഹളം ഉണ്ടാക്കാതെ പോടെ. പിരിവ് നടത്തിക്കോ, അതിന്റെ കണക്കിന്ന് വൈകുന്നേരം തന്നെ ഏൽപ്പിക്കണം. പോക്കോ പോക്കോ പോക്കോ. അപ്പോഴേ ഇത് ജയൻ വട്ടപ്പാറ കേരള കാഹളത്തിന്റെ സ്വന്തം ലേഖകനാണ്. ഇയാള് മാത്രമേ ഉള്ളൂ? വലിയ പത്രസമ്മേളനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ചാനലുകാരും പത്രക്കാരും എന്തിയാടാവേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞ പച്ചക്കള്ളം വെച്ച് നോക്കുമ്പോ ഒരുപാട് പേര് വരേണ്ടതാണ്. എന്ത് പറ്റിയതാണാവോ? താൻ എന്ത് കള്ളവാ പറഞ്ഞേ? ആളെ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു മത്തായി സാറ് ചത്തുപോയി. എന്നിട്ടും ആളുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മത്തായി സാറേ. സത്യം പറയാലോ സാറേ, സാറിന്റെ മരണ വാർത്ത എഴുതി വെച്ചിട്ട് സാറ് ചത്ത് കിടക്കുന്ന ഫോട്ടോ എടുക്കാൻ വന്നാ വലിയ നിരാശയായി പോയി കേട്ടോ. എന്താ ഞാൻ ചത്തു വാങ്ങിയതോ? വട്ടപ്പാറേ, നമ്മൾ അതും ഇതും പറഞ്ഞ് നേരം കളയണ്ട. ഇന്റർവ്യൂ നടക്കട്ടെ. ചോദ്യങ്ങൾ ചോദിച്ചാട്ടെ. ചോദിക്കാം. ഈ മത്തായി കേരള കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാ? അയ്യോ, വലിയ പ്രതീക്ഷകളാ. മത്തായി കേരള കോൺഗ്രസ് രൂപീകരിച്ച ഇന്ന് തന്നെ 4 പേര് അംഗങ്ങളായി കഴിഞ്ഞു. 1 ഞാന്, 2 കോശി, ഞങ്ങളുടെ 2 ബന്ധുക്കള്. പിന്നെ വേറൊരാൾ നാളെ അംഗമായി കൊള്ളാമെന്ന് എനിക്ക് വാക്കും തന്നിട്ടുണ്ട്. ആണോ? നീ മിടുക്കനാന്നല്ലോടാ കോശി. അടുത്ത ചോദ്യം. പിന്നെ എന്താണ് പുതിയ പാർട്ടിയുടെ ഈ നയം? അയ്യോ, ഞങ്ങൾക്ക് വലിയ നയങ്ങളുണ്ട്. അതായത് ആദ്യമായി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കർമ്മ പരിപാടി, ഈ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും ഞങ്ങൾ റബ്ബർ മരങ്ങൾ അങ്ങ് വച്ചു പിടിപ്പിക്കും.
കേരളം എന്നാണല്ലോ നമ്മുടെ നാടിന്റെ പേര്. പക്ഷെ റബ്ബർ വരുന്നതോടുകൂടി കേരവൃക്ഷത്തെ റബ്ബർ മറികടക്കും. കേരളം മാറ്റി ഞങ്ങൾ റബ്ബളം എന്നാക്കും. അങ്ങനെ സംസ്ഥാനത്തിന്റെ പേര് മാറുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ പേരും റബ്ബള കോൺഗ്രസ് എന്നാക്കും. അതോളാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഈ പാല്, പത്രം എന്നിവയുടെ കൂടെ എല്ലാ വീടുകളിലും റബ്ബറിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഒരു സൈസ് പുതിയ ചാരായം കൊടുക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും. അതെന്തിന്? അതെ, ഈ പട്ടിണിയും ദാരിദ്ര്യവും മറക്കാൻ ചാരായത്തിൽ കവിഞ്ഞ് എന്തുണ്ട്? അത് പോയിന്റ്. പിന്നെ ഈ 97 വരെ സാറ് മാണി കേരള കോൺഗ്രസിലായിരുന്നല്ലോ. ആയിരുന്നു. അവിടെ നീ പോരാൻ കാരണം? അതെ, ന്യായമായ ചോദ്യം. ഞാൻ എന്നും ആദർശത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ മിസ്റ്റർ വട്ടപ്പാറ. 97 പാലാ കൺവെൻഷൻ, പാലാ കൺവെൻഷന് ശേഷമുള്ള ഉച്ചഭക്ഷണം ഞങ്ങൾക്കൊക്കെ സാധാ മത്തിക്കറിയും ചോറും, മാണി സാറിന് മട്ടൻ ബിരിയാണി. മാണി സാറ് കഴിച്ച മട്ടന്റെ എല്ലുപോലും സാറിന് കൊടുത്തില്ല. അതൊക്കെ ഓക്കെ. എന്തായാലും അതില് മനന്നൊന്ന് ഞാൻ അപ്പൊ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ചേർന്നു. അവിടെയും സാറിന് ആദർശത്തിന്റെ ചില പ്രശ്നങ്ങൾ വന്നു. വീണ്ടും പിറവം കൺവെൻഷനിന്റെ പോസ്റ്ററിൽ സാറിന്റെ ഫോട്ടോയുടെ താഴെ മത്തായി എന്നുള്ളതിന് പകരം മയ്യത്തായി എന്ന് അച്ചടിച്ചു. വേദന തോന്നുന്നു. ആ വേദനയില് മനം നൊന്നിട്ട് ഞാൻ നേരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നു. ജോസഫ് അവിടെ ചെന്നപ്പോഴോ ഈ ബക്കറ്റ് പിരിവിന്റെ ടൈമായിരുന്നതേ. അപ്പൊ സാറ് ഞാൻ 10 ബക്കറ്റ് പിരിച്ചു. 10 ബക്കറ്റും അതേപോലെ ജോസഫ് സാറിനെ ഏൽപ്പിച്ചു. പക്ഷേ പിരിച്ചത് വലിയ ബക്കറ്റിലും കൊടുത്തത് ചെറിയ ബക്കറ്റ്. എന്താ അല്ല, ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ ആരോപണം. ആൾക്കാരുടെ ആരോപണം അങ്ങനെ ആൾക്കാരുടെ ആരോപണം. ഞാൻ ചെറിയ ബക്കറ്റ് കൊടുത്തത് അത് കരുതിക്കൂട്ടി ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. അത് വേദനയിൽ മനം നൊന്ത് ഞാൻ ഇന്ന് മത്തായി കേരള കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന് ജനങ്ങളുടെ പിന്തുണ വേണം. കോശി, പത്രക്കാരുടെ അതുകൊണ്ട് നമ്മുടെ ആദർശങ്ങളും പ്രഖ്യാപനങ്ങളും നമ്മുടെ നയങ്ങളും വേണ്ടതുപോലെയൊക്കെ എഴുതി ഇത് വെച്ചോ. എഴുതി കഴിയുമ്പോ കുറച്ചുകൂടെ വലിയ കവർ. അപ്പൊ ശരി കേട്ടാ. അങ്ങനെ നമ്മുടെ മത്തായി കേരള കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യമായി. ഇല്ലയോടാ കോശി? എല്ലാം ഭംഗിയായി നടക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മത്തായി സാറേ. ഇനി നമ്മുടെ 2 മക്കളുടെ കാര്യവും കൂടി നടന്നാൽ മതിയായിരുന്നു. നമ്മുടെ അല്ല, എന്റെ മക്കളുടെ. അതെ, എന്റെ മക്കളുടെ കാര്യം നേരെയാക്കാൻ താൻ ഏതാണ്ട് പോംവഴി കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആയി. അതിനുള്ള ആൾ ഇപ്പോഴെത്തും. ആളെപ്പൂത്തോ? ആബ്രദാഹയോ? അതെന്നാ സാധനമാ? അത് സാധനമല്ല, ആളിന്റെ പേരാ. ആചാര്യ ബ്രഹ്മചാരി ദാമുഹടയോഗി ആബ്രദാഹ. ഇതെന്നാ പേരാടാ? പേരെന്തായാലും എന്താ, കേന്ദ്രമന്ത്രിമാര് വരെ അയാളെ കൈ കിട്ടാൻ വേണ്ടി പിടി വലിയ. പിന്നെ നിത്യബ്രഹ്മചാരിയല്ലേ. രാഷ്ട്രീയം, സാമ്പത്തികം എന്ന് വേണ്ട സകല വിഷയങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളല്ലേ. പോംവഴികളും നിർദ്ദേശങ്ങളും നിമിഷ നേരം കൊണ്ടല്ലേ. അപാര കഴിവാന്നല്ലോടാ. സംശയമുണ്ടോ? എനിക്ക് ആളെ കാണാൻ കുത്തിടുക്കവായി കേട്ടോ. കുണ്ടലിനി ഭിക്ഷാന്തി. ആളെത്തിക്കഴിഞ്ഞു. ഭിക്ഷാന്തി ഇപ്പോഴും എപ്പോഴും ഭിക്ഷാന്തേഹി ആയിരിക്കട്ടെ. ഇന്നലെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലോ മറ്റോ എന്തോ പ്രധാന തിരക്കായിരുന്നു എന്നറിഞ്ഞു. പ്രശ്നം പ്രധാനമന്ത്രിയുടെ വസതിയിലല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലായിരുന്നു. മൻമോഹൻജിയുടെ. അതെ, അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, മൻമോഹൻജി മേരാ ഗാവ് മേ മെഹത്ത് ബഡാ ബഹുത്ത് സമസ്യ ഹൈ. എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല, മലയാളത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞുതരാം. എന്റെ ഗ്രാമത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, ആചാര്യജി തന്നെ അത് സോൾവ് ചെയ്യണം. എനിക്കാണെങ്കിൽ വൈകുന്നേരം അർജുൻ സിംഗിന്റെ അമ്മായിയപ്പന്റെ ഹോമം ഹരിയാനയിൽ. ആകെ കൂടെ ചിന്താക്കുഴപ്പമായി. അപ്പോൾ സോണിയാജി നേരിട്ട് വിളിച്ചു പറയാണ്, ടു ഹെൽപ്പ് വിത്ത് അർജുൻ സിംഗ് ഹെൽപ്പ് മൻമോഹൻ സിംഗ്. അപ്പോൾ തന്നെ 25 ഹടയോഗികളുമായിട്ട് നേരെ ലൂധിയാനയ്ക്ക് പുറപ്പെട്ടു. പാട്യാല സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കൊരു ഉൾവിളി. ഒരു പരിപ്പോടെയും ചായയും കഴിക്കണോ? ഇതൊരുമാതിരി ചീപ്പ് ഉൾവിളി ആയി പോയല്ലോ. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്നു ഡെയിലർ മെഹന്തി. ഓ, ആചാര്യയുടെ ഉടുപ്പിന് അളവെടുക്കാൻ വേണ്ടി ആയിരിക്കും ഇല്ലയോ? എന്ത്? അല്ല, ടൈലറോടോ കാത്തു നിൽക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. കുണ്ടലിനി ഭിക്ഷാന്തി. ടൈലർ അല്ല, ഡെയിലർ മെഹന്തി വലിയ പാട്ടുകാരനല്ലേ. പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1.5 മാസമായി അയാളുടെ തൊണ്ട തുറക്കുന്നില്ല. എന്റെ കാലേ വീണ് പൊട്ടിക്കരഞ്ഞു. ഞാൻ ഉടനെ തന്നെ കുരുമുളക് ഭസ്മം എടുത്ത് ജപിച്ച് അവന്റെ അണ്ണാക്കിലോട്ട് ഇട്ടു.
പിന്നെ തുറന്നൊരു പാട്ടാണ്. ശരിക്കും തൊണ്ട തുറന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അടുത്ത സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവന്റെ പാട്ട് എനിക്ക് കേൾക്കാമായിരുന്നു. ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ എന്തായിരുന്നു പ്രശ്നം? മാസം തികഞ്ഞിട്ടും ദിൽജിത്ത് കൗർ പ്രസവിക്കുന്നില്ല. ദിൽജിത്ത് കൗർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മകൾ അല്ലേ? മകളല്ല, അവിടുത്തെ പശു. ഉടനെ തന്നെ ഞാനും ഹടയോഗികളും നേരെ സോമയാഗം ആരംഭിച്ചു. ഒരു 12-12:30 മണി സമയമായപ്പോൾ ഇടിവെട്ടി മഴ പെയ്തു. പശുവും പ്രസവിച്ചു. അവരെ കഴിവാന്നല്ലോടാ പറഞ്ഞില്ലേ? ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മകന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, മത്തായി കേരള കോൺഗ്രസ്. അവനെ ഖജാൻജി ആക്കിയില്ലെങ്കിൽ പാർട്ടി ഫണ്ട് മുഴുവൻ വെളിയിലോട്ട് പോകും. പക്ഷെ അവനൊരു ചെറിയ പ്രശ്നമുണ്ട്, പറഞ്ഞു കൊടുത്തേ കോശി. അതായത് ഒന്നിലും ഒരു ഉത്സാഹമില്ല. ഇരുന്നാൽ ഇരുന്നിടത്ത്, കിടന്നാൽ കിടന്നെടുത്ത്. അടയോഗി അതൊന്നും നേരെയാക്കി അവനെ ശരിപ്പെടുത്തി തരണം. ഓക്കെ, ആ പ്രശ്നം തീർന്നിരിക്കുന്നു. എന്താണ് രണ്ടാമത്തെ പ്രശ്നം? രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞ അത് സാറിന്റെ മകള് സൂസി മോള് വെറും ഒരു പഞ്ചപാവ. ആരെന്ത് പറഞ്ഞാലും കേൾക്കും, മനക്കെട്ടിയില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അറിയാലോ, ഒരുപാടെണ്ണം അവളുടെ ചുറ്റും കൂടിയിരിക്കുക. ചെറുപ്പക്കാരത്തി പെണ്ണല്ലേ, വല്ലതും സംഭവിച്ചു പോയാൽ മത്തായി സാറിന്റെ പാർട്ടിയും തരിപ്പണമായി പോകും. ചെറുപ്പക്കാരുടെ ചതി കുഴിപ്പെടാതെ അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്ത് പ്രാപ്തയാക്കി തരണം. ഈ 2 കേസുകളും ഞാൻ ഏറ്റിരിക്കുന്നു. ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയാണോ എന്നെ ഡൽഹിയിൽ നിന്ന് വരുത്തിയത്? 2 കുട്ടികളെയും വിളിക്കൂ. അല്ല, മോൻ ഉറക്കമാ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ തലേദിവസം രാത്രി ഊണ് കഴിച്ച് കിടന്നുറങ്ങിയാ പിന്നെ പിറ്റേന്ന് ഉച്ചക്ക് 2 മണിക്കേ ഉണരൂ വീണ്ടും ഊണ് കഴിക്കാൻ. അപ്പൊ മകളെ വിളിക്കൂ. മോളെ വിളിക്കാം. മോളെ സൂസി മോളെ. എന്താ അപ്പച്ചാ? വന്നേ മോളെ. മോളെ, ഇത് ഹടയോഗി സ്വാമി. ഈ സ്വാമി ലൂധിയാനയില് പശുവിന്റെ പ്രസവം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുക. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നത്? പ്രസവത്തിന്റെ കാര്യമൊന്നും പറയണ്ട. മോളെ, ഇത് മഹാജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പല കാര്യങ്ങളിലും മോളെ ഉപദേശിച്ച് മോൾക്കത് വലിയ നന്മ ചെയ്യും ഭാവിയിൽ. അപ്പൊ നമുക്ക് മോനെ ഉണർത്താൻ പറ്റുമെന്ന് നോക്കാം. അവര് സംസാരിക്കട്ടെ. എന്താണ് കുട്ടിയുടെ പ്രശ്നങ്ങൾ? പറഞ്ഞോളൂ, എല്ലാത്തിനും പരിഹാരം നടക്കും. സത്യമായിട്ടും ഹടയോഗികൾ സത്യമേ പറയാറുള്ളൂ. ഞാൻ ഒരുപാട് ചിന്താകുഴപ്പത്തിലാണ് സ്വാമി. എന്ത് ചിന്താക്കുഴപ്പം? അത് കുറെ ആൺകുട്ടികൾ എനിക്ക് പ്രേമലേഖനങ്ങൾ അയക്കും. അതിനുള്ള മറുപടി ഞാൻ നേരിട്ട് കൊടുക്കുന്നതാണോ നല്ലത്, അത് പോസ്റ്റിൽ അയക്കുന്നതാണോ നല്ലത്? ബെസ്റ്റ് ചിന്താക്കുഴപ്പം. അപ്പൊ ഏതായാലും മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കില്ലേ സ്വാമി? വേദനിക്കും. എന്നിട്ട് ഇതേ ആൺകുട്ടികൾ തന്നെ 1-2 ദിവസത്തെ പിക്നിക്കിന് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ അപ്പച്ചനോട് ചോദിച്ചിട്ട് പോകുന്നതാണോ നല്ലത്, അത് ചോദിക്കാണ്ട് പോകുന്നതാണോ നല്ലത്? ഇതും തരക്കേടില്ലാത്ത ഒരു ചിന്താക്കുഴപ്പമാണ്. അപ്പോൾ പിക്നിക്കിന് പോകാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കില്ലേ സ്വാമി? വേദനിക്കും. പിന്നെ വേറെന്തെങ്കിലും ചിന്താക്കുഴപ്പങ്ങൾ? പിന്നെ എനിക്കിപ്പോ വേറെ ഒരാളോട് പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അയാളോട് നേരിട്ട് പറയുന്നതാണോ നല്ലത്, അതോ അപ്പച്ചൻ വഴി പറയുന്നതാണോ നല്ലത്? കുഞ്ഞേ, ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ പോകണ്ട. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതി. പഠിത്തവും പ്രേമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനാ ഞാൻ നോക്കുന്നത്. എനിക്ക് സ്വാമിയുടെ ഉപദേശം ഒന്നും വേണ്ട. എന്റെ പ്രേമ അയാളോട് നേരിട്ട് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഐ ലവ് യു ഹടയോഗി. എന്ത്? എനിക്ക് ഹടയോഗി ഇഷ്ടമാണെന്ന്. ഋഷികേശത്തും ഹിമാലയത്തും ഘോര തപസ് ചെയ്ത് ഒരു നിത്യബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കിയാണോ കുട്ടി ഇത് പറഞ്ഞത്? ഒരാളോട് ഇഷ്ടം തോന്നിയത് തുറന്നു പറയാതിരിക്കുന്ന തെറ്റ്. എനിക്ക് ഹടയോഗി ഇല്ലാതെ ജീവിക്കാനേ പറ്റൂല. കുട്ടിയെ ഉപദേശിച്ച് നേരെയാക്കാവുന്നുള്ള എന്റെ പ്രതീക്ഷ ഇവിടെ അസ്തമിക്കുന്നു. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്ത് മാർഗം? അടുത്തു വരൂ, നമുക്ക് ഒളിച്ചോടാം. ഹടയോഗി 7 മണിക്ക് ബൊക്കാറോ എക്സ്പ്രസ് ഉണ്ട്. കിട്ടാവുന്നത്ര സ്വർണവും കാശും എടുത്തുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക. അവിടെ ഞാൻ കാത്തു നിൽക്കും. 7:30-ക്കാണ് ബൊക്കാറോ. അപ്പൊ നാളെ രാവിലെ നമ്മുടെ കല്യാണം. നാളെ രാവിലെ കല്യാണം, ഇന്ന് രാത്രി ഹണിമൂൺ. ഞാൻ അച്ഛനെ കഴിച്ചോളാം കഞ്ഞി. മകളുടെ കാര്യമെല്ലാം ഞാൻ ശരിയാക്കി. ഇനി ലൈഫിൽ അവൾ ആരെയും പ്രേമിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ എന്താ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. മറക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതേപോലെ എന്റെ മോന്റെ കാര്യം കൂടെ ഒന്ന് പരിഹരിച്ച് തരണം. അത് വേറെ റൂട്ട്, ഇത് വേറെ റൂട്ട്. അളിയന്റെ പേരെന്താ? അല്ല, പിന്നെ മോന്റെ പേരെന്താ?
പറയൂ. ഞാൻ പറയത്തില്ല. എന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നിനൊരു ഉത്സാഹമില്ല. ശരിയാക്കി തരാം. മോനെ, വലിയ വലിയ മഹാരഥന്മാരെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ ചെറുപ്പത്തിൽ മടിയന്മാരായിരുന്നു. ഉദാഹരണത്തിന് ആർക്കിമീഡിയസ്. അദ്ദേഹം ഏതോ ഒരു മരച്ചൗട്ടിൽ പോയി കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു. അവിടെ നല്ലയോ പിടിച്ച് കയറിയത്. അങ്ങനെയുള്ള മഹാരഥന്മാരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ മോന് തരാം, വായിക്കണം കേട്ടോ. ഞാൻ വായിക്കത്തില്ല. അതെന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. വേറൊരു റൂട്ടുണ്ട് മോനെ ജോണി കുഞ്ഞെ. ഊർജ്ജസ്വലമായ ഒരു ഹൃദയമുണ്ടെങ്കിലേ ഊർജ്ജസ്വലമായ ഒരു ശരീരമുണ്ടാകും. ഊർജ്ജസ്വലമായ ഒരു ശരീരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഹഠയോഗികളുടെ ഇടയിൽ ചില ചപ്പടി വിദ്യകളുണ്ട്. അതായത് ഈ കാലെടുത്ത് ഇങ്ങനെ വെച്ചാൽ. ഞാൻ ചെയ്യത്തില്ല. അതെന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. വേറൊരിടമുണ്ട് മോനെ ജോണി, ഇനി വന്നേ. ഇങ്ങോട്ട് വാ. ഇനി വന്നേ. എല്ലാ പ്രശ്നങ്ങളും സോൾവ്. ഇവന്റെ ഏനക്കേട് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആണോ മത്തായി സാറ് എത്രയും പെട്ടെന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ മകന്റെ കല്യാണം നിശ്ചയിച്ചോളൂ. അയ്യോടാ, അന്നോടാ നീ കല്യാണത്തിന് സമ്മതിച്ചോടോ? കല്യാണത്തിനൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് 1 or 2 കുട്ടികളുള്ള ഒരു പെണ്ണിനെ മതി. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. എനിക്ക് 7:15 ഒരു ബക്കാറോ ഉണ്ട്, അവിടെ എത്തേണ്ട സമയമായി. ഓക്കെ മിസ്റ്റർ സരോജ് കുമാർ, ഷഷ്ടി പൂർത്തി ആഘോഷങ്ങൾക്ക് വേണ്ടി എന്നാണ് നിങ്ങൾ ഇവിടെ വന്നത്? ഇന്ന് രാവിലെ. അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പ് ഇതേ നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ നിങ്ങൾ എന്തിനാണ് മുറിയെടുത്ത് താമസിച്ചത്? ഞാനോ? ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, ആംപിൾ പ്രൂഫ്. യഥാർത്ഥത്തിൽ ഒരു അമേരിക്കക്കാരൻ്റെ മകളുടെ കാതുകുത്തിൽ പങ്കെടുക്കാമെന്ന് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അയ്യേ, നിങ്ങളെ പോലുള്ള സൂപ്പർ താരങ്ങൾ, ഇത്രയും കാശ് വാങ്ങുന്ന സൂപ്പർ താരങ്ങൾ ബാർബർ ഷോപ്പ് ഉദ്ഘാടനത്തിനും കാതുകുത്തിനും ഒക്കെ പോകുന്നത് നാണം കെട്ട ഏർപ്പാടല്ലേ സാർ? നിങ്ങൾക്കത് പറയാം. നിങ്ങൾക്കറിയോ, ഒരു മാസം കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ തന്നെ എനിക്ക് എത്ര ലക്ഷം രൂപ വേണമെന്ന്? ഇത്രയധികം കൂളിംഗ് ഗ്ലാസ് എന്തിനാ? നല്ല ചോദ്യം. കൂളിംഗ് ഗ്ലാസും കളർഫുൾ ഡ്രസ്സും ഒക്കെ അല്ലേ ഞങ്ങളുടെ അഭിനയത്തിലെ കുറവ് നികത്തുന്നത്? ഓക്കെ, കം ടു ദ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പ് നിങ്ങൾ ഇവിടെ വന്ന കാര്യം എന്തുകൊണ്ട് ജനാർദ്ദന കുറുപ്പിൽ നിന്നും ഒളിച്ചു വെച്ചു? അതൊരു ബിസിനസ് സീക്രട്ട് ആണ്. എന്ത് ബിസിനസ് സീക്രട്ട്? അതായത് ജനാർദ്ദന കുറുപ്പും അമേരിക്കക്കാരനും ഞാൻ വരുന്ന കാര്യം രണ്ടുപേരും തമ്മിൽ അറിഞ്ഞാൽ എനിക്ക് എയർ ടിക്കറ്റിന്റെ കാശ് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. പുഷ്കു, ഈ സൂപ്പർ സ്റ്റാറുകളിലൊക്കെ മാഗസിനിൽ വായിക്കുന്ന പോലെ അല്ലല്ലോടോ. വളരെ ചീപ്പാണ് സാർ. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ സിനിമയില് നായകന്മാര് ഒരുമിച്ച് 25 വില്ലന്മാരെയൊക്കെ ഇടിച്ചിടുന്നത് കാണിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും ഇടിക്കുന്നതാണോ അതോ വില്ലന്മാരെ ഇടി കൊള്ളുന്നതായിട്ട് അഭിനയിക്കുന്നതാണോ? ഒരുപാട് മണ്ടന്മാരെ ചോദ്യം ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നല്ല വില്ലന്റെ ഒരു വിരൽ കൊണ്ടാൽ മതി, ഏത് സൂപ്പർ താരവും 4 ദിവസം ആശുപത്രി കിടക്കും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ നായികമാരെ നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് ഒറിജിനൽ ആണോ അതോ ക്യാമറ ട്രിക്കാണോ? അത് ഒറിജിനലാണ്. ആണോ? എങ്കിൽ എനിക്കും കൂടെ സിനിമയിൽ ഒരു അവസരം വാങ്ങിച്ചു തരുമോ സാർ? പുഷ്കു, കം ടു ദ പോയിന്റ്. ഡമ്മി റെഡി അല്ലേ? ഡമ്മി റെഡി സാർ. ആ ഡമ്മി എടുത്തോളൂ. റെഡി സാർ. എല്ലാവരെയും വിളിച്ചോളൂ. മിസ്റ്റർ സരോജ് കുമാർ, ഫൈനലി എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഇത്രയും കാലമായി നിങ്ങൾ വിവാഹം കഴിക്കാത്ത എന്താണ്? താല്പര്യമല്ലാഞ്ഞിട്ടല്ല സാർ. പിന്നെ? ഒരുപാട് പെൺകുട്ടികളെ കണ്ടു, പക്ഷെ ഒന്നും ശരിയായില്ല. ടോട്ടൽ കൺഫ്യൂഷൻ. എന്താ, ആരെയും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാരെയും ഇഷ്ടമായി, അതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. Come on, everybody. അന്ന് സരോജ് കുമാർ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും അദ്ദേഹം ഷേക്ക് ഹാൻഡ് കൊടുത്തു. അതേ സീൻ, അതേ രംഗം CBI ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്. The reenacting of the whole episode. Everybody occupy your positions and get ready for the dummies shake hand. Okay, നിങ്ങളുടെ എല്ലാം പൊസിഷൻ സെയിം ആണല്ലോ? Then we are going to demonstrate the dummy positions. Stop it. കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം മാത്രമേ
അദ്ദേഹം ആരാണ് എന്ന് CBI വെളിപ്പെടുത്തുള്ളൂ. അതുവരെ എല്ലാവരും യു ആർ ഓൾ അണ്ടർ ഹൗസ് അറസ്റ്റ്. കം ഓൺ. പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല, ചെമ്മാനം വാഴണ തുറയറയൻ, അങ്ങേ കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? മരുനീരും മൂഞ്ചി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ, മരുനീരും മൂഞ്ചി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ, നീട്ടി തുപ്പിയതാണേലി തുര മണലെല്ലാം പൊന്നാവൂല. മാനത്തെ പൊന്നരയൻ വല വീശണ കാണൂലേ, വില പേശി നിരക്കണ കൂടെയിൽ മീനാണെങ്കിൽ പിടയ്ക്കൂലേ, മീനാണെങ്കിൽ പിടയ്ക്കൂലേ, മീനാണെങ്കിൽ പിടയ്ക്കൂലേ. എടാ മക്കളെ, മീൻ കിടന്ന് പിടയ്ക്കൂലേന്ന്. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഇങ്ങനല്ല പറഞ്ഞ നമ്മൾ പാടി കാണിച്ചു തരാം. കടലിനക്കര ഏയിലം പാറി 1000 മുത്ത് വിരിയൂല്, 1000 മുത്തിലൊരഞ്ഞായി തരണ ഓവന വണ്ട് മുരളൂല്. അക്കരയിക്കരയോടി ഒളിക്കണ രൂടി വെള്ളം മുരുങ്ങൂലേ, മിന്നും വലകില് ചുപ്പികില് തിരി മുത്ത് കിടന്ന് തിളങ്ങൂലേ. അക്കരയിക്കരയോടി ഒളിക്കണ രൂടി വെള്ളം മുരുങ്ങൂലേ, മിന്നും വലകില് ചുപ്പികില് തിരി മുത്ത് കിടന്ന് തിളങ്ങൂലേ, മുത്ത് കിടന്ന് തിളങ്ങൂലേ, മുത്ത് കിടന്ന് തിളങ്ങൂലേ. താമര മുത്ത് കിടന്ന് തിളങ്ങൂലേ കൂട്ടാ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? പാട്ടെനിക്ക് ഭയങ്കര ഇഷ്ടാ. താളം തെറ്റിക്കരുതോ, ഞാൻ പാടാം. താരി തക്കിളി നക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടി, അക്കരെ മുത്ത് കണക്കര് കൊച്ചു കിടാത്തനുദിച്ച് വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലബല കൂട്ടണ താളത്തുമ്പികൾ അഞ്ഞു വിളിക്ക് പറയ ചണ്ടകൾ അലറി തരികിട മേളമടിച്ച് മുഴക്കുന്നേ. ചാകര വന്ന് കണക്ക് മണപ്ര ആകെ തരികിടത്തി മൃതത്തെ. എന്റെ ശ്വാസം പോയി. അതെ, പാടുമ്പോ താളോ ശ്രുതി ശരിയാക്കണം. ഇങ്ങനെ താരിത്തക്കിളി നക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടി, അക്കരെ മുത്ത് കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ച് വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലബില കൂട്ടണ താളത്തുമ്പികൾ അഞ്ഞു വിളിക്ക് പറയ ചണ്ടകൾ അലറി തരികിട മേളമടിച്ച് മുഴക്കുന്നേ. ചാകര വന്ന് കണക്ക് മണപ്പുറം ആകെ തരികിടത്തി മൃതത്തെ. പുല്ലേ, പാടുമ്പോ താളം വേണം, ശ്രുതി വേണം. ദാ കണ്ടു പഠിക്കേ. ഞാനും കണ്ടേ, ഞാനും കേട്ടേ, അവനവൻ ഇന്ന് കലമ്പിയ നേരെ തെന്റെ കിനാവിലൊരമ്പിളി വള്ളം ഇറങ്ങിയൊരുങ്ങിയ കമ്പടി കൂടെ അത്തിലും ഇത്തിലും മാടത്താനം തുള്ളിയുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട വിമൃതത്തെ. ഇതല്ല സംഗീതം. സംഗീതം എന്ന് പറയുന്നത് അന്തരാത്മാവിൽ നിന്ന് വരണം. അറിയോ തനിക്ക്? കേൾക്ക. തുറകളിൽ നിന്നൊരു തുടുതുടി മേളം, തായമ്പൂടെ ചമ്പടമൊഴി, കന്നാലുകളുടെ കാലിത്തട്ടുകളിടകിടകിളകി തുറകളിലൊഴി, അത്തിമരത്തിൻ കീഴെ തറകിലൊരു അപ്പോതിക്കര് നല്ലത് വാ. തുറകളിൽ നിന്നൊരു തുടുതുടി മേളം, തായമ്പൂടെ ചമ്പടമൊഴി, കന്നാലുകളുടെ കാലിത്തട്ടുകളിടകിടകിളകി തുറകളിലൊഴി, അത്തിമരത്തിൻ കീഴെ തറകിലൊരു അപ്പോതിക്കര് നല്ലത് വാ. തണ്ടട വളകട മറകട വടമട മൊഴികളിൽ അലിയുടെ തകിലടെ മുറി, തണ്ടട വളകട മറകട വടമട മൊഴികളിൽ അലിയുടെ തകിലടെ മുറി. തരകിടത് പ്രദത്തെ, താകടത് പ്രദത്തെ, ദപകിടത് പ്രദത്തെ. ഇത് ഏത് കള്ളപ്പത്തിനാ പുകയ്ക്കണ്? പുകച്ചിട്ട് പാടാനും പറ്റില്ല പണ്ടാരം. മിസ്റ്റർ സരോജ് കുമാർ, അവസാനമായി ഒരു ചോദ്യം കൂടെ. ഇവിടെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് വേണ്ടി എത്രാം തീയതിയാണ് നിങ്ങൾ ഇവിടെ വന്നത്? 16-ാം തീയതി. 16. നിങ്ങളുടെ ഷൂട്ടിംഗ് ചാർട്ട് പ്രകാരം 16, 17, 18, 19 നിങ്ങൾ ഊട്ടിയിൽ ഷൂട്ട് ചെയ്തതായിട്ട് തെളിവുകളുണ്ടല്ലോ? ഇല്ല. Everybody occupy your positions. Come on. Yes. Closer, please. Sir, you can start, sir. Pushko. Sir. Bring the evidence. Evidence ready, sir. സത്യത്തിന്റെ ചുരുളുകൾ അഴിയുകയാണ്. വളരെ പ്രമാദമായ ഒരു കേസിന്റെ കുറ്റവാളി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വിലങ്ങ് വെക്കാൻ പോവുകയാണ്. Evidence ready, sir. Come on. Come on. Welcome, Saroj Kumar, the original. Thank you.
അപ്പൊ ഇതാരാ? അത് പറയുന്നതിന് മുമ്പ് പുഷ്കോ സാർ, ഇദ്ദേഹത്തെ പോലീസ് വരുന്നതിന് മുമ്പ് മുറിയിലിട്ട് പൂട്ടും. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനോട് തന്റെ ബന്ധുവിന് രൂപസാദർശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഇതിലെ പ്രതി. തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജനാർദ്ദന കുറുപ്പിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾക്ക് സൂപ്പർ താരം സരോജ് കുമാറിനെ ഇവിടെ പങ്കെടുപ്പിക്കാമെന്ന് ഏറ്റതും ആ വ്യക്തി തന്നെയാണ്. അത് മറ്റാരുമല്ല, മിസസ് ഗ്ലോറിൻ ഫെർണാണ്ടസ്. Am I right, മിസസ് ഗ്ലോറിൻ? എന്നോട് ക്ഷമിക്കണം സാർ. ശരിക്കുള്ള സരോജ് കുമാറിനെ ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ സരോജ് കുമാർ സാറിന്റെ വീട്ടിലേക്ക് ചെന്നത്. പക്ഷേ അവിടെ വെച്ച് എൻ്റെ സഹോദരി പറഞ്ഞ പ്രകാരം കാശിന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു സാർ. ക്ഷമിക്കണം സാർ. വേണ്ട, എന്തായാലും പണം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊരു വലിയ കേസാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. സർ, പ്ലെയിന്റിഫിന് തന്നെ കംപ്ലൈന്റ് ഇല്ലെന്ന് പറയാണ് സർ. ഗ്രാൻഡഡ്. ഓക്കെ താങ്ക് യു. താങ്ക് യു CBI. നിങ്ങൾ എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്ന കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കൂടെ പരിപാടികളിലൊക്കെ പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം, ബാക്കിയുള്ള കലാപരിപാടികളിൽ കൂടി പങ്കെടുക്കാതെ CBI ഇവിടുന്ന് പോകരുത്. അത് കുറുപ്പിന്റെ ഒരു അപേക്ഷയാണ്. സാർ, ഇദ്ദേഹം പറയുന്നത് ബാക്കിയുള്ള കലാപരിപാടികളിൽ കൂടെ നമ്മൾ രണ്ടുപേരും സജീവമായി പങ്കെടുക്കുന്നതാണ്. ആ റിക്വസ്റ്റ് ഒന്ന് ഗ്രാൻഡ് ചെയ്യണം സാർ. പ്ലീസ്. ഓക്കെ, ഗ്രാൻഡഡ്. റെഡി. വളരെ സന്തോഷകരമായിട്ട് പുഷ്കു ആ CBI മ്യൂസിക് ഒന്ന് CBI മ്യൂസിക് റെഡി സാർ. താൻ എപ്പോഴും മ്യൂസിക് തെറ്റിക്കുന്നുണ്ടല്ലോ. കാസറ്റ് മാറിപ്പോയി സാർ. ലോക റെക്കോർഡ്. ലോസ് ഏഞ്ചൽസിൽ ഒരു യുവാവും യുവതിയും 33 മണിക്കൂർ ചുംബിച്ച് ലോക റെക്കോർഡ് ഇട്ടിരിക്കുന്നു. ഇവന്റെയൊക്കെ ബെസ്റ്റ് ടൈം. എന്തൊരു കഷ്ടാണ് നോക്കണേ. എനിക്ക് വയ്യ. നീ ഇതുവരെ ഷോപ്പിങ്ങിന് പോയില്ലേ? എങ്ങനെ പോവാനാ? നിങ്ങളുടെ ഡ്രൈവർ ആ ശപ്പ വേല ഇതിന് വണ്ടി എടുക്കില്ലാന്ന്. എന്ത് കാരണം? അയാള് പണി നിർത്തി പോവാത്രേ. അയാൾ കാര്യമൊന്നും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്നെ ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കാം. വേലായുധാ, എടാ വേലായുധാ, എന്തോ വരുന്നുണ്ട്. ഒന്ന് എളുപ്പം നടക്കട. നീ എന്താ വണ്ടി എടുക്കത്തില്ലെന്നും നീ ജോലി വിട്ടു പോകാൻ പോവാന്ന് പറഞ്ഞു, ശരിയാണ്? അങ്ങനെ വേണ്ടി വന്നിരിക്കുകയാണ് മുതലാളി. എന്താ കാര്യം? എല്ലാ ഇതിലുണ്ട്. എന്താ ഇത്? രാജിക്കത്ത. രാജിക്കത്തം? ഇത് കൊള്ളാമല്ലോ. എന്റെ പൊന്നു മുതലാളി, നേരിട്ട് പറയാൻ വിഷമമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത്. അങ്ങ് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തുന്ന പുന്നാര മകൻ ടിങ്കു കാരണം എനിക്കിവിടെ ജീവിക്കാൻ വയ്യാണ്ടായി. ഈ 10 വയസ്സുകാരൻ നിരപ്പാളി ചെക്കനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ നാട്ടുകാര് മുതലാളിയുടെ ചപ്പക്കുറ്റി അടിച്ചു പൊളിക്കും. അത് കണ്ടു നിൽക്കാൻ മനക്കരുത്തില്ലാത്തത് കൊണ്ട് ഞാൻ രാജിവെച്ച് പോവുകയാണെന്ന് ഡ്രൈവർ വേലായി. എന്റെ ടിങ്കു മോനെ നീ എരപ്പാളിച്ചക്കെന്ന് വിളിക്കോ? നമുക്ക് ചോദിക്കാമല്ലോ. നമ്മൾ കാര്യങ്ങൾ ചോദിക്കാം. എന്താ വേലായി? എന്താ പ്രശ്നം? സാറിന് കേൾക്കണം. മിനിയാന്നവൻ. നില്ല് പ്രതിയെ കൂടെ വിളിക്കാം. ഞാൻ പറഞ്ഞിട്ട് ശരി. മിനിയാന്നവൻ ഇത്രയും വരുന്നൊരു തടിക്കഷ്ണം എടുത്ത് എന്റെ തലക്കിട്ട് ഒറ്റയേറാണ്. അതിന്റെ നീരും വേദനയും ഇതുവരെ മാറിയിട്ടില്ല മുതലാളി. ഇത്രയും വലിയൊരു തടിക്കഷ്ണം എടുത്ത് നിന്റെ തലയിലേക്ക് എറിഞ്ഞോ? അതെ. അപ്പൊ ഇനി അവനെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ടിങ്കു, എടാ ടിങ്കു മോനെ, എടാ ഇത്രയും വലിയൊരു തടിക്കഷ്ണം എടുത്ത് നീ ഡ്രൈവറുടെ തലക്കെറിഞ്ഞോടാ. എറിഞ്ഞച്ചാ? എന്തിന്? അച്ഛാ, ഇന്നാള് കടമറ്റത്ത് കത്തനാർ സീരിയലില് കണ്ടില്ലേ? ഒരാള് തടിക്കഷ്ണം എടുത്ത് കത്തനാരുടെ നേരെ എറിയുമ്പോ അത് പൂമാലയായി മാറുന്നത്. അതേപോലെ പൂമാലയായി മാറുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ ഡ്രൈവർ മാമന്റെ തലയിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്ത് എറിഞ്ഞത്. അതിന് ഞാൻ എന്താ കടമറ്റത്ത് കത്തനാരാണ്? അല്ല, എന്നാലും അവൻ നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലേ വേലായുധ എറിഞ്ഞത്? എന്ത് നല്ല ഉദ്ദേശം? വേറൊരു കാര്യം കേൾക്കണ. ഇന്നലെ വെളുപ്പിന് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ മൂക്കിൽ ഇവ മണ്ണെണ്ണ കൊണ്ടുവന്ന് ഒഴിച്ചു മുതലാളി.
മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചടാ. ഒഴിച്ചാ എന്തിന്? അത് ക്ലാസ്സിലെ ബയോളജി സാറ് പറഞ്ഞു ഈ മൂക്കും വായും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാ ഡ്രൈവറുടെ മാമന്റെ മൂക്കിൽ ഞാൻ മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചത്. എന്റെ പരീക്ഷണം ശരിയായി അച്ഛാ. ഞാൻ മൂക്കിൽ ഒഴിച്ച മണ്ണെണ്ണ ഡ്രൈവർ മാമൻ വായിക്കൂടെയാ തുപ്പി കളഞ്ഞത്. കണ്ടോ കണ്ടോ കണ്ടോ, എന്റെ മോൻ പഠിച്ച പാട് ശരിയാണോ എന്ന് നോക്കിയതിൽ എന്താ ഇത്ര തെറ്റ്? എൻ്റെ മൂക്കെന്താ സയൻസ് ലാബറട്ടറിയാ? എന്താടോ ഇതെല്ലാം പോട്ടെ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു സ്റ്റൂൾ എടുത്തു വെച്ച് ഒരു വണ്ടിയുടെ ടോപ്പ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവൻ പുറകിൽ കൂടി വന്ന് എന്റെ ട്രൗസർ അഴിച്ച് ഒറ്റ ഓട്ടം. ഡ്രൈവറുടെ ട്രൗസർ അടിച്ചോണ്ട് ഓടിയാ നീ? ഊരി അച്ഛാ. എന്തിന്? അച്ഛാ ഞാൻ നോക്കുമ്പോ ഈ സ്റ്റൂളിന്റെ മോളിൽ കയറി ഡ്രൈവർ മാമ ഇങ്ങനെ ടോപ്പ് തുടയ്ക്കുന്നു. നോക്കിയപ്പോ ട്രൗസർ അപ്പടി അഴുക്കച്ചാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഊരി എടുത്തോണ്ട് പോയി നനച്ചിട്ട് കൊടുക്കാന്ന്. അങ്ങനെ ഊരി എടുത്തോണ്ട് ഓടിയതാ. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വേലായത് അവനത് ചെയ്തത്. പിന്നെ നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അണ്ടർവെയർ ഊരി ഓടുന്നതാ. മനസ്സിലായില്ല? അതും പോട്ടെ. എന്റെ ഭാര്യ ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നപ്പോ ഈ തല തെറിച്ചവൻ അവളോട് ചോദിക്കുകയാണ്, ഇത്രയും കാലമായിട്ടും കുട്ടികളില്ലല്ലോ, ഉണ്ടാവാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന്. എടാ, ചെറിയ വായിൽ വലിയ വർത്താനം പറയരുത്. നീ അങ്ങനെ പറഞ്ഞോടാ. ഞാൻ പറഞ്ഞില്ല എന്താ കുഴപ്പം വെച്ചാ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ അപ്പുറത്തെ അനാഥാലയത്തിൽ നിന്നും കുട്ടികളെ ദത്തെടുക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാന്നാ പറഞ്ഞേ. നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലേ വേല ഇതാ പറഞ്ഞത്. ഇനി ഒന്നും ആലോചിക്കണ്ട, നിങ്ങൾ ഷോപ്പിങ്ങിന് പോകും. ശമ്പളമല്ല ഞാൻ കൂട്ടിത്തരാം, നിങ്ങൾ ഷോപ്പിങ്ങിന് പോകും. മോനെ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അച്ഛൻ ഒരിക്കലും എതിരല്ല കേട്ടോ. താങ്ക് യു അച്ഛാ. നീ പോയി ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാൻ നോക്ക്. പരീക്ഷയല്ലേ വരുന്നത്? അയ്യോ പഠിക്കൊന്നും വേണ്ട. പഠിക്കാതെ തന്നെ പരീക്ഷ പാസ്സാവാനുള്ള എളുപ്പ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്ത് വഴി? അതെ, ഈ ചോദ്യ പേപ്പർ അച്ചടിക്കുന്ന പ്രസിന്റെ മുതലാളി എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മാവനാ. അതിനെന്ത്? അച്ഛൻ കാണേണ്ട രീതിയിൽ അയാളെ ചെന്ന് കണ്ട ചോദ്യ പേപ്പറൊക്കെ നേരത്തെ കിട്ടും. അത് നമുക്ക് കുറച്ച് മറിച്ച് വിൽക്കാം. ആ കാശ് കൊണ്ട് നമുക്ക് മുടക്കിയ കാശും കിട്ടും, ലാഭവും കിട്ടും. എന്തിനാ അടിക്കുന്നത്? ഇപ്പൊ നാട്ടില് പലരും പരീക്ഷയൊക്കെ പാസ്സാവുന്ന ഇങ്ങനെയല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. May I come in, sir? Yes. അയ്യോ വൈജയന്തി, നീ ഇതെവിടെയായിരുന്നു? ബാലേട്ടൻ ബോംബെയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ഞാൻ എത്ര കോണ്ടാക്ട് ചെയ്യാൻ നോക്കി അറിയോ? അപ്പോഴെല്ലാം ബാലേട്ടന്റെ മിസ്സസ് ആ ഫോൺ എടുത്തിരുന്നത്. ഞാൻ അപ്പഴന്നെ ഫോണും കട്ട് ചെയ്യും. അതെന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? നീ പോയില്ലായിരുന്നോ? ഇതാ പോണായിരുന്നോ? പോണ്ട, ഇതെന്റെ മോനാ ടിങ്കു. വെരി സ്മാർട്ട് പോയി. മോനൊരു കാര്യം ചെയ്യും, അങ്ങ് മെയിൻ റോഡിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചോണ്ട് പോവാ. അയ്യോ അച്ഛാ, സിഗരറ്റ് വാങ്ങിക്കാൻ മെയിൻ റോഡ് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. തൊട്ടപ്പുറത്തെ ഉസ്മാന്റെ കടയിൽ വിൽസും ഗോൾഡ് ഫ്ലേക്കും പാസിംഗ് ഷോയും ചാർമിനാറും ഒക്കെ കിട്ടും. അവിടുത്തെ സിഗരറ്റ് കൊള്ളത്തില്ല, ചുമയ്ക്കും. നീ മെയിൻ റോഡിൽ പോയി മേടിച്ചോണ്ട് പോവാ. വരുന്ന വഴിക്ക് ചായക്കടയിൽ നിന്ന് ഒരു ചായയും പഴംപൊരിയും മേടിച്ചു കഴിച്ചു. പഴംപൊരി റെഡി. അത്രക്ക് സ്പീഡ് വേണ്ട, ടോപ്പ് ഗിയറിൽ പോയാൽ മതി. പതുക്കെ. ബൈ ബൈ. വൈജയന്തി, എവിടെയായിരുന്നു ഇത്രയും കാലം? നീ അങ്ങ് സുന്ദരിയായി പോയല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ആണ്. ബാലേട്ടൻ ഒരു പോളിസി വാങ്ങണം. പോളിസി എന്തിന്? നീ ചോദിച്ചാ എന്റെ ലൈഫ് തന്നെ അങ്ങ് തരത്തില്ലയോ? ലൈഫ് ഒന്നും വേണ്ട, ഒരു 10 ലക്ഷത്തിന്റെ പോളിസി. 10 ലക്ഷം ഒന്നും തരത്തില്ല, പക്ഷേ ഞാനൊരു പോളിസി എടുക്കും. എത്ര ലക്ഷത്തിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ രഹസ്യമായിട്ട് ഞാനത് പറഞ്ഞു തരാം. അതായത് ഒരു നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്ത് ചിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ചിരിക്കുന്ന. അച്ഛനെന്താ ഒരു പരിഭ്രമം പോലെ? നീ വല്ലതും കണ്ടോ? ഒന്നും കണ്ടില്ല. അതേ, വൈജയന്തിയുടെ കണ്ണിൽ ഒരു പൊടി പോയി. അച്ഛൻ ഊതി കൊടുക്കുകയായിരുന്നു. അതിനെന്തിനാ അവര് ഓടിക്കളഞ്ഞേ? അത് ബസിന്റെ സമയമായി, അതുകൊണ്ടാ ഓടിയത്. പിന്നെ നീ ഇത് ആരോടും പറയണ്ടേട്ടാ. അച്ഛാ, ഈ കണ്ണിന് പൊടി വീണത് ഊതി കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? അത് ആൾക്കാരോട് പറഞ്ഞാ എന്താ? അതല്ല, നമ്മുടെ വീട്ടിൽ വന്ന ഒരു സ്ത്രീയുടെ കണ്ണിൽ ഒരു പൊടി വീണത്
പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബത്തിന് മോശമാണ്. ഒരു കാര്യം ചെയ്യ, 20 രൂപയുണ്ട്. ആരോടും പറയണ്ട കേട്ടാ, ആരോടും പറയണ്ട. അച്ഛാ, ഈ പൊടി ഊതി കൊടുത്തപ്പോ എന്തായിരുന്നു ഒരു ശബ്ദം? എന്ത് ശബ്ദം? ഇവനെങ്ങും പോയില്ല. 20 രൂപ കഴിഞ്ഞിട്ട് 50 രൂപയുണ്ട് കേട്ടാ, ആരോടും പറയണ്ട കേട്ടാ, ആരോടും പറയണ്ട. മോനെ എന്താ ടിങ്കു? അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? ചുമ്മാ കൊച്ചു പയ്യൻ ഇല്ല, 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 ഞാൻ പറയും. സൈലൻസ്. അതിനു മുമ്പ് ആദ്യം ഒരു 45 രൂപ അമ്മ ഇങ്ങ് എടുക്കണം. എന്തിനാ മോനെ? അതെ, ഇന്ന് വന്ന ഇൻഷുറൻസ് കാരിയുടെ കണ്ണിൽ പൊടി വീണപ്പോ അച്ഛൻ ഊതി കൊടുത്തത് പറയാതിരിക്കാൻ വേണ്ടി 50 രൂപ തന്നു. അന്ന് അമ്മയുടെ കണ്ണിൽ പൊടി വീണപ്പോ ഡ്രൈവർ മാമ ഊതി തന്നത് പറയാതിരിക്കാൻ വേണ്ടി അമ്മ എനിക്ക് 5 രൂപയിലേ തന്നുള്ളൂ. ബാക്കി 45 ഇട്.